മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആലപ്പുഴ ജിംഖാന ഒരു സ്പോർട്സ് കോമഡി ജോണറിലുള്ള ഒരു സിനിമയാണ്. ബോക്സിംഗിൽ പ്രോ ബോക്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോക്സിംഗ് ഉണ്ട്, അമച്വർ ബോക്സിംഗ് എന്ന് പറഞ്ഞൊരു ബോക്സിംഗ് ഉണ്ട്. അതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അമച്വർ ബോക്സിംഗ് ആണ്. ഈ ഒരു ജോണർ ചെയ്തു, അതുകൊണ്ട് ഇനി അടുത്തത് വേറൊരു ജോണർ ചെയ്യണമെന്ന് ഇതുവരെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി. പിന്നെ ഈ അൺറെസ്പോൺസിബിലിറ്റീനെ എങ്ങനെ സെൽഫ് സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. എളുപ്പം സാറ്റിസ്ഫൈഡ് ആവുന്ന ആളാണ്. എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഷ്ടാവില്ല. എത്രയോ വീടുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കല്യാണ വീട്ടിൽ ഇടി ഉണ്ടാവാറുണ്ട്, ഉണ്ടല്ലോ. ഇതേപോലെ ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്, ഇവിടെ എല്ലായിടത്തും അടികൾ നടക്കുന്നുണ്ടല്ലോ. പിന്നെന്താ ചെയ്താൽ കുഴപ്പം? എന്റെ അത്രയും ഷൂട്ടിംഗ് സമയത്ത് ശാന്തനും സൽസ്വഭാവികമായിട്ടുള്ള ഒരാളെ കണ്ടുകിട്ടാനില്ല എന്നാണ് എന്റെ കൂടെ വർക്ക് എല്ലാവരും പറയാറുണ്ട്. ഡീസന്റ്, വെരി ക്ലീൻ റിയാക്ഷൻ. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളാണല്ലോ ഇരിക്കണേ, എന്തിനാടാ പൊട്ടാ പെട്ടെന്ന് ഓക്കെ പറയണേ. ഞാൻ കഥ പറയട്ടെ, സ്പോയിലർ ഫ്രീ ആക്കി പറയാം. അവിടെ വന്നിട്ട് എന്റെ പൊന്നു ചേട്ടാ കോമഡി ഇടി കൊണ്ട് ഒരവസ്ഥ എത്തുന്നതാണ് ഈ സിനിമയുടെ കഥ. ഈ മഞ്ഞുമല്ലിൽ നന്നായിട്ട് അഭിനയിച്ചല്ലോ, പിന്നെ ഒരു ആരും വിളിച്ചില്ല ചേട്ടാ. ഹൂസ് അനദർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ബിജു മേനോൻ. വൈ നോട്ട് ബിജു മേനോൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖാലിദ് റഹ്മാനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഖാലിദ് നമ്മൾ കുറേ കാലമായിട്ട് സംസാരിക്കാനും ഇൻ്റർവ്യൂവിൽ പിടിച്ചിരുത്താനും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആലപ്പുഴ ജിംഖാന വരികയാണ്. റഹ്മാൻ്റെ ഇതുവരെയുള്ള കരിയർ നോക്കിക്കഴിഞ്ഞാൽ അനുരാഗ് കരിക്കൻ വെള്ളം മുതൽ ആലപ്പുഴ ജിംഖാന മുതൽ ഏതെങ്കിലും ഒരു ജോണറിലങ്ങ് ലോക്കായിട്ടില്ല. മാറി മാറി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, എത്രത്തോളം പരീക്ഷണാത്മകമായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ മാറുന്നുണ്ട്. ശരിക്കും ഇപ്പം എനിക്കറിയാം, അനുരാഗ് കരിക്കൻ വെള്ളം എന്ന് പറയുന്നത് യാദൃശ്ചികമായിട്ട് ആ പ്രൊജക്റ്റിലേക്ക് വന്നതാണ്. അങ്ങനെ തന്നെ ചെയ്യണം തീരുമാനിച്ചല്ല. പക്ഷെ ഉണ്ടാന്ന് പറയുന്ന ആലോചനയിൽ റഹ്മാൻ കൂടിയുണ്ട്. പിന്നെ ലവ് എന്ന് പറയുന്ന സമയത്ത് എക്സ്പെരിമെൻ്റലായിട്ട് കോവിഡ് പോലത്തെ ഒരു ലോക്ക്ഡൗൺ സാഹചര്യത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടൊരു തീമിലേക്ക് ലാൻഡ് ചെയ്യുന്നതാണ്. എന്താണൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു മൊമെന്റ്? എങ്ങനെയാണ് ഈ സിനിമ ഞാൻ ചെയ്തേക്കാം എന്നൊക്കെ തോന്നുന്നത്? കഥ കേട്ട് എക്സൈറ്റഡ് ആവുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ സംഭവിക്കുന്നതാണ് തീരുമാനം. അതല്ലാതെ നമ്മളിങ്ങനെ ഈ ഒരു ജോണർ ചെയ്തു, അതുകൊണ്ട് ഇനി അടുത്തത് വേറൊരു ജോണർ ചെയ്യണമെന്ന് ഇതുവരെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിനിമ ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കഥകൾ വരും. നമ്മളെന്താ വെച്ചാൽ കഴിഞ്ഞു പോയ സിനിമകളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ സിനിമകളിലോ ഷൂട്ട് ചെയ്ത അതേ വർക്കിംഗ് ആംബിയൻസിലോ അല്ലെ അതേ ഒരു സ്റ്റൈലിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറടിക്കുമോ എന്നുള്ളൊരു കേസുള്ളതുകൊണ്ട് നമുക്ക് തന്നെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകുന്നുള്ളതുകൊണ്ട് മാക്സിമം പുതിയ എന്തെങ്കിലും കഥകൾ നോക്കും. അപ്പോൾ അങ്ങനെ ലോക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും, അപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ഉണ്ട ചെയ്തതിന് ശേഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ലവ് ചെയ്യുന്നത്. അതിന് മുമ്പ് എനിക്കൊരു ആ ഒരു ജോണറിൽ സിനിമ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു ഐഡിയ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഐഡിയ എങ്ങനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ ഇതിനെ ഏതൊരു ജോണറിൽ പ്ലേസ് ചെയ്തിട്ട് ഏതൊരു മൂഡിൽ പ്ലേസ് ചെയ്താലായിരിക്കും എന്ന് തോന്നുമ്പോൾ ഈ ലവ് പോലുള്ള ആ ഒരു വേ ഓഫ് ഇതിലേക്ക് വരും. അത് കഴിഞ്ഞ് തല്ലുമാലയിലേക്ക് വന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുവരെ എൻ്റെ സിനിമകളിൽ എപ്പോഴും ഉണ്ടയിൽ മാത്രം ചെറിയൊരു ആക്ഷൻ പീസ് ഉണ്ടെങ്കിൽ പോലും ഒരു ആക്ഷൻ സീക്വൻസുകളൊന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിപ്സിങ് ചെയ്യുന്ന പാട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് പേര് കൊറിയോഗ്രാഫ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യുന്ന പാട്ടുകളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ തല്ലുമാലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചതും ആ ഒരു പീസുകളാണ്. അത് പാട്ട് ഷൂട്ട് ചെയ്യാം, ആക്ഷൻസ് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ അതെങ്ങനെ ഏറ്റവും നന്നായിട്ട് ഷൂട്ട് ചെയ്യാം, അതിൻ്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് എങ്ങനെ എടുക്കാം എന്ന് ആലോചിച്ച് കറങ്ങി തിരിഞ്ഞ വഴിക്ക് സെയിം ടൈം അത് ഇതുപോലെ തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഒട്ടും ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ശരിക്കും നോക്കണം, ഭയങ്കര പണിയാണല്ലോ, സ്ക്രാച്ചിൽ പണിയെടുത്ത് തുടങ്ങുകയാണല്ലോ. നിങ്ങളുടെ അതുവരെയുള്ള കംഫർട്ട് സോൺ മുഴുവൻ കഴിഞ്ഞാൽ മൊത്തം തേച്ച് മായ്ച്ച് കളഞ്ഞിട്ട് ഈ ബ്ലാങ്ക് സ്ലേറ്റിൽ തുടങ്ങുന്നത് പോലെയാണല്ലോ. ഇപ്പോൾ ആലപ്പുഴ ജിംഖാന നോക്കുകയാണെങ്കിൽ നമുക്ക് സർപ്പട്ടെ പരമ്പരയൊക്കെ പോലെ പാരഞ്ജിത്ത് ചെയ്തൊരു സിനിമയാണ്. കംപ്ലീറ്റ് ഇങ്ങനെ ഒരു വിൻറ്റേജിന് ഇതിനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിലിംഗ് മുതലുള്ള സംഗതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു
വേറെ ജോണറിൽ ചെയ്യുന്നത് മാത്രമല്ല, ആക്ടറിനെ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിക്കുകയാണ്, അവരുടെ ഫിസിക് ആ രീതിയിൽ സെറ്റ് ചെയ്യുകയാണ്, അവർ പ്രൊഫഷണലി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് തോന്നിപ്പിക്കണം. അപ്പോൾ ചെറുതല്ലാത്ത പണിയാണല്ലോ. ഈ വിളിച്ച് വരുത്തി പിറ്റേ ദിവസം ഷൂട്ട് ചെയ്താൽ പോരല്ലോ. കാസ്റ്റിംഗ് മാത്രം പോരാ, കാസ്റ്റിംഗ് വേണം, ട്രെയിനിങ് വേണം, അതിലൊരു ഇമ്പ്രവൈസേഷൻ വേണം. എനിക്കൊന്ന് തല്ലുമാലയിലടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൊറിയോഗ്രഫിയിൽ അത്രയും പെർഫെക്ഷൻ ഉണ്ടാക്കണം, സ്ക്രാച്ചിൽ പണി തുടങ്ങണം എന്നുള്ളത് അത് ശരിക്കും അവിടെ മുതൽ എൻജോയ് ചെയ്യുന്ന പരിപാടിയാണ്. ഉറപ്പായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ടു റിലീസ് ടൈം എന്ന് പറയുന്നുള്ള സമയം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു സമയമാണ് ലൈഫിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കാണ്. ഈ സമയത്താണ് നമ്മളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ടാവും, പല ടെക്നീഷ്യൻസ് ഉണ്ടാവും, നമ്മൾ പല രീതിയിലും ബിസി ആയിരിക്കും, വർത്തമാനം പറച്ചിലുണ്ടാവും. എനിക്ക് തോന്നുന്നു തല്ലുമാല 2022 ഓഗസ്റ്റിൽ റിലീസ് ചെയ്തതിന് ശേഷം 3 വർഷം ആയി. ഇപ്പോഴും ആലപ്പുഴ ജിംഖാന റിലീസിന് നിൽക്കുകയാണ്. അപ്പോൾ ഈ 3 വർഷം എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പോലത്തെ ഒരു ടൈം സ്പാനാണ്. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ ക്രിയേറ്റീവായിട്ടൊരു സാധനം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേസ്റ്റ് ചെയ്ത് കളയുകയല്ല, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പേഴ്സണൽ എനിക്ക് റഹ്മാൻ്റെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെട്ട ആളാണ് ഞാനങ്ങനെ പറയുന്നത് വെച്ചാൽ അത് എൻ്റെ എന്തെങ്കിലും സവിശേഷതയായിട്ട് പറയല്ല. നമുക്കിപ്പോൾ ഒരാളുടെ എല്ലാ വർക്കും ഇഷ്ടപ്പെടുക, അതിലൊരു ബോഡി ഓഫ് വർക്ക് ഇതുപോലല്ല. ഇത് ഇപ്പോൾ അനുരാഗ് കരിക്കിൻ വെള്ളം പോലെയേ അല്ല ഉണ്ട. അതിൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് പോലും അങ്ങനെയല്ല, ഓരോന്നും ഓരോ രീതിയിലാണ് എടുത്തേക്കുന്നത്. അതിൽ വേറെ തന്നെ ഒരു മിഷനാണ്. ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടല്ല ഫിലിം മേക്കിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ക്രിപ്റ്റിന് പുറത്ത് ഡയറക്ടർക്ക് എത്രത്തോളം എലിവേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാ സാധ്യതയും നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ തല്ലുമാല നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ അർത്ഥത്തിലും ഒരു കമ്മിങ് ഏജ് സിനിമയാണ്. ഇപ്പോഴൊക്കെ നമ്മൾ ഡിസ്കഷൻ ഓണാക്കി തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു സിനിമയാണ്. ഇപ്പോൾ ഞാൻ തല്ലുമാലയൊക്കെ ആലോചിക്കുന്ന സമയത്ത്, വെറുതെ തല്ലുമാലയിലേക്ക് വരും, തല്ലുമാല ആലോചിക്കുന്ന സമയത്ത് റഹ്മാൻ്റെ പ്രായത്തിലുള്ളവരല്ല അതിലുള്ള ആളുകൾ, റഹ്മാൻ്റെ പ്രായത്തിലുള്ളവരുടെ ചിന്തയല്ല, അല്ലെങ്കിൽ റഹ്മാന് ശേഷം ജനിച്ച, റഹ്മാന് ശേഷം ജീവിച്ചു തുടങ്ങിയവരിലേക്കാണല്ലോ ഇത് പോകുന്നത്. ഈ സ്ക്രിപ്റ്റിന് നല്ല എക്സൈറ്റിംഗ് ആയൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, പക്ഷേ നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ നോക്കി ഇവരിങ്ങനെ പെരുമാറും, ഇവരിങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞൊരു തോന്നലുണ്ടല്ലോ. ഈ പറഞ്ഞ നിങ്ങൾ സിനിമ ചെയ്യുന്ന കാലഘട്ടത്തിലല്ലേ ഈ കുറേ കുട്ടികളും ആളുകളൊക്കെ ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കുട്ടികളുടെ കഥ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മനുഷ്യരുടെ ചെറുപ്പത്തിലൊക്കെ എത്ര കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ. എന്നാൽ പോലും ഒരു നമ്മൾക്ക് പറയാവുന്ന വേറൊരു ജനറേഷൻ ആണല്ലോ അത്. വേറെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ എത്ര ജനറേഷൻ മാറിയാലും മനുഷ്യരുടെ ഇന്റർനെറ്റ് മാറും, ഇന്റർനെറ്റിന്റെ സ്പീഡ് മാറും. പക്ഷെ എന്നിരുന്നാൽ പോലും ആളുകൾ പിള്ളേർ ജീവിക്കുന്നതെല്ലാം കേരളത്തിലാണ്. അവരുടെ ചുറ്റുപാട്, സാഹചര്യങ്ങൾ, അവിടെയുള്ള ആളുകൾ, അവരുടെ സ്വഭാവങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും മാറിയിട്ടൊന്നും ഇല്ലല്ലോ. മലയാളികളൊന്നും മലയാളികൾ തന്നെയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നുള്ള ഒരുവിധം 90% കാര്യങ്ങളും ഒരു സ്പീഡ് കുറച്ച് കുറവുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഇപ്പോ സ്നീക്കർ ചവിട്ടിയാൽ എന്നുള്ളത്, ചളി ചവിട്ടിയാൽ എന്നുള്ളത് ചെറുപ്പത്തിലാണെങ്കിലും അതിന് മുമ്പുള്ള ആളുകളാണെങ്കിലും എല്ലാം ഉണ്ട്. അത് നമ്മളിപ്പോ അത് സിനിമയായിട്ട് പ്രസന്റ് ആവാൻ ഈ 2022 ആയി എന്നുള്ളപ്പോ അത് അന്നത്തെ സിനിമയായി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഇപ്പോഴത്തെ പിള്ളേർ മാത്രം ചെയ്യുന്ന കാര്യമാണ്, മുമ്പും ആളുകൾ ചെയ്തിട്ടുണ്ട്. ഈ ആലപ്പുഴ ജിംഖാന ശരിക്കും എന്ത് സ്വഭാവത്തിൽ, എന്ത് സിനിമയായിട്ടെന്ന് പറയാം. കാരണം ഞാനൊക്കെ എത്രയോ തവണ മറ്റേ കഫേയിലൊക്കെ പോയിരിക്കും, ഇപ്പുറത്തുനിന്ന് മറ്റേ വേർത്ത് കുളിച്ച് മറ്റേ ബോക്സിങ്ങും ഇതും കഴിഞ്ഞിട്ട് ലുക്മാൻ ഇറങ്ങി വരുന്നു, ഗണപതി ഇറങ്ങി വരുന്നു, സന്ദീപ് ഇറങ്ങി, അങ്ങനെ പലരെയായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് അവർ സിനിമയ്ക്ക് മുമ്പ് തന്നെ വലിയ എത്രയോ ഡേയ്സ് ഇതിൽ പ്രാക്ടീസ് ചെയ്താണല്ലോ. ആലപ്പുഴ ജിംഖാന എന്താ ശരിക്കും? ആലപ്പുഴ ജിംഖാന ഒരു സ്പോർട്സ് കോമഡി ജോണറിലുള്ള ഒരു സിനിമയാണ്. സ്പോർട്സ് കോമഡി എന്ന് പറയുന്ന സ്പോർട്ടായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ബോക്സിംഗ് ആണ്. ഒരു ബോക്സിംഗ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ അറിയോ, ഒരു ബോക്സിംഗ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം റോക്കി, ക്രീഡ്, ഇപ്പൊ ചെണ്ടമനോല, സരപ്പട്ടൈ പരമ്പര എന്ന് പറയുന്ന ബിഗ് ടൈംസ് ബോക്സിംഗ് സിനിമകളാണ് വരിക. പക്ഷേ റിംഗ് ബേസ് ചെയ്തിട്ട് ബോക്സിംഗിൽ പ്രോ ബോക്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോക്സിംഗ് ഉണ്ട്, അമച്വർ ബോക്സിംഗ് എന്ന് പറഞ്ഞൊരു ബോക്സിംഗ് ഉണ്ട്. അതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അമച്വർ ബോക്സിംഗ് ആണ്. ഒട്ടും മെച്ചുവേർഡ് അല്ലാത്ത ബോക്സിംഗ് ആണ്. നമ്മൾ സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും ക്ലബ്ബ് തലത്തിലൊക്കെ മത്സരങ്ങൾ നടക്കുന്ന കാറ്റഗറിയിലുള്ള ബോക്സിംഗിൽ തല്ലുമാല അല്ല, അത് തല്ലിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. അതെ, പക്ഷേ അതുകൊണ്ട് തന്നെ ബോക്സിംഗ് ആണ്. അപ്പോൾ ഒരു ആക്ഷൻ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ എവിടെയും ഒരു തുള്ളി ചോര പോലും നമ്മളുടെ സിനിമയ്ക്ക് നമ്മൾ അങ്ങനത്തെ ഒരു ബ്ലഡ് ഷെഡിങ് ആക്ഷനോ വയലന്റ് ആക്ഷനോ ഒന്നും നമ്മളുടെ സിനിമയിൽ. ഇറ്റ്സ് എ വെരി ലൈറ്റ് ഹാർട്ടഡ്
എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്പോർട്സ് കോമഡി ജോണറിൽ നിന്ന് തന്നെ നിൽക്കാം എന്നുള്ളൊരു പ്ലാനിൽ ചെയ്തിട്ടുള്ള പടമാണ്. ഈ ഇമോഷണൽ ഫാക്ടർ ഭയങ്കരമായിട്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഓരോ സിനിമ, ഇപ്പം അനുരാഗ വെള്ളം നോക്കി കഴിഞ്ഞാൽ ബിജു മേനോൻ്റെയും ആശാ ശരത്തിൻ്റെയും ക്യാരക്ടറിനിടയിൽ ഇപ്പുറത്തെ രജിഷയുടെയും ആസിഫിൻ്റെയും ക്യാരക്ടർ ഇവർ ഇവോൾവ് ചെയ്തിട്ട് പോകുന്നിടത്തൊക്കെ ഒരു ഇമോഷണൽ ജംഗ്ഷൻസ് ഉണ്ടാക്കി അങ്ങനെ ക്യാരക്ടേഴ്സിനെ കൊണ്ട്. ഇപ്പം മണിസാറിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സിനിമ പിന്നീട് എപ്പോഴും കാണുമ്പോഴും മണിസാറിൻ്റെ ഇൻട്രോ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ആ സിനിമ ത്രൂ ഔട്ട് കണ്ട് പിന്നീട് എപ്പോഴും കാണുമ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ തെഫ്റ്റ് നോക്കിയിട്ട് പുള്ളി ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിയാക്ടിന് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ്, ഇത് മറ്റൊരു ദേശത്ത് പോയിട്ടുള്ള കേരള പോലീസുകാരൻ്റെ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ ഈ ക്യാരക്ടറൊക്കെ ആർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിനപ്പുറത്തൊരു വർക്ക് നടക്കുമല്ലോ റഹ്മാൻ്റെ. ഇതിപ്പം തല്ലുമാലയുടെ കാര്യത്തിലുണ്ട്. തല്ലുമാലയിൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സിന് പുറത്തേക്ക് അവരെ കൊണ്ടുപോകുന്ന എല്ലാ റൂട്ടും കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ ഇവർ ഈ വലിയ വലിപ്പത്തിനൊക്കെ അപ്പുറത്ത് അങ്ങനെ പൊട്ടിത്തകരുന്ന മനുഷ്യരാണെന്നൊക്കെ പറയുന്നത്. ഈ ഇമോഷണൽ ലെയേഴ്സ് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ സിനിമയിലും കൊണ്ടുപോകുന്നതാണല്ലോ. ഇമോഷണൽ ലെയർ സിനിമയിൽ നിന്ന് കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പറ്റില്ല. ഒരു റാൻഡം വിഷ്വൽ ഇമേജുകളുടെ മാത്രമായി മാറുമല്ലോ. അതിൽ നമുക്ക് എപ്പോൾ ഇമോഷണലി നമ്മളതിൽ ഒരു ഓഡിയൻസ് ഹുക്ക് ആകുമ്പോഴാണല്ലോ അതിൽ നമ്മൾ ഇന്നായി കംപ്ലീറ്റ്ലി അത് നമ്മുടെ പടമാണെന്ന് നമുക്ക് തോന്നൽ വരും. അല്ലെങ്കിൽ അതൊരു ഇമോഷണൽ പീസ്. ഉറപ്പായിട്ടും ഇമോഷൻ മാക്സിമം കിട്ടണത് കളയാതിരിക്കാൻ. അതിലിപ്പോൾ എങ്ങനെ ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ ഓരോ ക്യാരക്ടർ ഞാൻ ഭയങ്കര വിചിത്ര സ്വഭാവമുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ റഹ്മാനെ തന്നെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് റഹ്മാൻ്റെ നായകരായിട്ട് വരുന്നുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നായികമാരായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ടുള്ള. നിങ്ങൾ എങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്യുന്നത് അയാളുടെ ഇമോഷൻസ്? നിലവിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആരെയും ഞാൻ നായകന്മാരായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരുവിധം നമ്മുടെ ചുറ്റുപാടിൽ കണ്ടിട്ടുള്ള സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ അറിയാത്ത ആളുകളിൽ നിന്നൊക്കെ തന്നെ ഇൻസ്പയർ ചെയ്തിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട ക്യാരക്ടറുകളിൽ തന്നെ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് അങ്ങ് പുതിയ എന്തെങ്കിലും ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബോക്സിങ് പഠിച്ച പോലെ അയാളുടെ കൂടെ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്ത് ചില്ല് ചെയ്ത് ഒബ്സർവ് ചെയ്യാന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ. അതിലിപ്പോൾ ഈ ആലപ്പുഴ ജിംഖാന വരുമ്പം ഏജ് ഗ്രൂപ്പിൽ ഭയങ്കര വ്യത്യാസം. ഇപ്പോൾ നമ്മൾ വെറുതെ നോക്കുകയാണെങ്കിൽ ഒരു മിഡിൽ ഏജ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മണിസാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 50+ എന്നൊക്കെ ചിന്തിക്കാവുന്ന റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. അതിൽ ഞാൻ പല ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പോൾ തല്ലുമാല അങ്ങനെയല്ല, ഒരു 30-35 ആണ്. ഇപ്പോൾ അതിലും കുറഞ്ഞൊരു ഏജ് റേഞ്ചിലാണല്ലോ ആലപ്പുഴ ജിംഖാനയിലുള്ള ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ആ ഏജ് ഗ്രൂപ്പ്, ഇപ്പോൾ നേരത്തെ റഹ്മാൻ പറഞ്ഞു ഇതെല്ലാവരും നമ്മുടെ ചെറുപ്പത്തിലും പല കാലത്തുള്ള ആളാണ്, അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പ് എന്നുള്ളത് കൺസിഡറേഷൻ ആവാറില്ല എന്ന്. പക്ഷേ ഈ സിനിമയുടെ കാര്യം വരുമ്പോഴും കണ്ടൻറ്റിൻ്റെ കാര്യം വരുമ്പോഴും ഇത് ജെൻസി വൈബിലുള്ളതാണ്, ഇത് ഈ ഗ്രൂപ്പിൻ്റെയാണ് എന്ന് പറഞ്ഞൊരു വേർതിരിവ് തന്നെ ഉണ്ടല്ലോ. സിനിമ ആദ്യം 2-3 ദിവസം കാണുന്നതിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരുമാണ്. നിങ്ങൾ ശരിക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റ് കിട്ടുമ്പം ഡിസ്കഷൻ നടത്തുമ്പോൾ ഇത് ഈ ഏജിന് കണക്റ്റ് ആവുമോ, ഇത് ഈ ഏജിന് കണക്റ്റ് ആവുമോ, അങ്ങനെ ഒരു ഏജിൻ്റെ വേർതിരിവൊക്കെ എവിടെയും ചിന്തിക്കാറുണ്ടോ? ഏജിൻ്റെ വേർതിരിവ് ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ഈ ഒരു ടീനേജ് ഒരു സ്പോർട്സ് ആക്ഷൻ കോമഡി അല്ലെങ്കിൽ സ്പോർട്സ് കോമഡി ജോണറിൽ ഒരു ടീനേജ് സിനിമ ചെയ്യാം എന്നുള്ളതായിരുന്നു. കാരണം ടീനേജ് ആയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈമും അവരുടെ കൂടെയുള്ളൊരു ട്രാവൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സ്ക്രീനിൽ ഉണ്ടാവുക ഈ ടീനേജ് ഏജിലുള്ള കുട്ടികളാണ്. പിന്നെ ഇതൊരു ബോക്സിംഗ് സിനിമ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് അതിൻ്റെ സ്പീഡും ഒരു ടീനേജിൻ്റെ സ്പീഡാണ്. ഇപ്പോൾ ഉറപ്പായിട്ടും ഒരു ഉണ്ട എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു വിഷ്വൽ സ്പീഡിലോ അല്ലെങ്കിൽ ഒരു ടെമ്പോയിലോ ആയിരിക്കില്ല ആലപ്പുഴ ജിംഖാന കാണുക ആളുകൾ എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തമായൊരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആരായിരിക്കും ഈ സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക? പിള്ളേരായിരിക്കും. അപ്പോൾ അവർ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്നല്ല, അവർക്ക് അതിനോടുള്ള ഇപ്പോൾ എന്താ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ മുതിർന്നവർ നോക്കി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കും അവർ ആ സിനിമയെ കാണുക. അപ്പോൾ എല്ലാ കാറ്റഗറിയും കാണും. ഇപ്പോൾ ഉറപ്പായിട്ടും ഉണ്ട ഞാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ട ആലോചിച്ചു ഇപ്പോൾ സമയം എനിക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ 22 അല്ലെങ്കിൽ 20 വയസ്സുള്ള കുട്ടികൾ അവരൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് വരുന്ന ബോയ്സ് അല്ലെങ്കിൽ അവരെങ്ങനെ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യും, അവർക്ക് എന്തായിരിക്കും സിനിമയോട് തോന്നുന്നൊരു ഇമ്പാക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കിട്ടുക എന്നുള്ളത് അവർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. അവർ ഫുൾ ടൈം ഇങ്ങനെ എൻ്റർടൈൻ ആയിട്ട് നിൽക്കുക, എനർജറ്റിക് ബാലൻസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അതെനിക്കറിയാം. പക്ഷെ എന്നാലും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ കോറായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ആ ഒരു കുറച്ചും കൂടെ ഒരു ഏജിൽ ഒരു 30+ ആളുകളാണ്. പക്ഷെ ചെറിയ കുട്ടികൾ അത് കണ്ടിട്ടില്ല എന്നല്ല, അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് അവർ
കണ്ടിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഏജ് കാറ്റഗറി തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു പ്ലെയിൻ എൻ്റർടൈനർ എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ, അതായത് ഇപ്പോൾ ആളുകൾ എപ്പോഴും പറയില്ല ഇത് ഫുൾ തിയേറ്ററിന് വേണ്ടിയിട്ടാണ്, ഫുൾ എൻ്റർടൈനറാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് തല്ലുമാല എന്ന് പറയുന്നത് തിയേറ്റർ അത്രമാത്രം ആ വർഷം സെലിബ്രേറ്റ് ചെയ്തപ്പെട്ടതാണ്. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തപ്പെട്ട നമ്മുടെ എല്ലാ സോഷ്യൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം നോക്കി കഴിഞ്ഞാൽ പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനുവേണ്ടി പുറത്തുണ്ടാക്കിയ മണവാളൻ തങ്ക് പോലത്തെ പാട്ടാണെങ്കിൽ പോലും ഇതെല്ലാം അങ്ങനെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത്. അപ്പോഴും ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലെയർ, അതിനുവേണ്ടിയുള്ള സമീപനത്തിൽ അവിടെ ഒരു നോൺ കോംപ്രമൈസിങ് ആയിരുന്നു. അത് ഓരോ സിനിമ എടുത്തുമ്പോഴും ഭയങ്കര കൺവിക്ഷനോടെയാണല്ലോ അത് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ വിട്ടുകളയാറില്ലല്ലോ റഹ്മാൻ. അതൊരു അല്ലേ എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണഗതിയിൽ അതിപ്പോൾ നമ്മൾ ഒരു സിനിമ എഴുതി ഷൂട്ട് ചെയ്ത് ഫുൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ടൈം പീരീഡ് നമ്മൾ ആ സിനിമയുടെ കൂടെയും അതിൻ്റെ സീനുകളുടെ കൂടെയും ഡയലോഗുകളുടെ കൂടെയും നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനം അല്ലെങ്കിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയൽ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചേട്ടൻ പൊളിറ്റിക്കലി എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അത്തരം നമ്മൾ ഇപ്പൊ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണല്ലോ ഇത് മെൻഷൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതെന്നെയും നമുക്കത് അതിന്റെ ആവശ്യമുണ്ടോ? നമ്മളിങ്ങനെ ഇത്രയും പേരാള് കാണുന്ന കാര്യത്തിൽ നമുക്ക് പർപ്പസ്ഫുള്ളി നമ്മൾ അതിപ്പോ ഒരു കാര്യമില്ല, എന്തെങ്കിലും കാരണമുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നു, സീനെ ബാലൻസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാരണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അത് ചെയ്തേ പറ്റൂ. അതല്ലാതെ യൂസ്ലെസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം നോക്കാറുണ്ടോ? തല്ലുമാല, ആലപ്പുഴ, ജിംഖാനയൊക്കെ വരുന്ന സമയത്തെ എങ്ങനെയാണൊരു സ്ക്രിപ്റ്റ് ടു ഫിലിമിലേക്കുള്ള റഹ്മാൻ്റെ ട്രാവൽ എന്താ? ഇപ്പം സ്ക്രിപ്റ്റ് കഴിയുന്നു, അതിൻ്റെ പരിപാടി കഴിയുന്നു, ഓക്കെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നു. കാരണം ഞാനത് ചോദിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തല്ലുമാല നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വിഷ്വൽസ് ഇല്ല. ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇത് ഈ സിനിമയിൽ കണ്ടതാണ്, ഇത് ഈ സിനിമയിലെ പോലത്തെയാണെന്ന് അറിയാം. നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ഇപ്പോൾ തല്ലുമാല തന്നെ എവിടെയൊക്കെയോ മോക്യുമെൻ്ററി മോഡലുണ്ട്. നമുക്കത് നോക്കാം, അതിലെ പ്രസംഗം, ഈ പറഞ്ഞ ടോവിയുടെ ക്യാരക്ടർ വരുന്ന സ്ഥലത്തൊക്കെ അതൊരു മോക്യുമെൻ്ററി മോഡലുണ്ട്. എന്നാൽ ഭയങ്കര വെൽ വിഷ്വൽ കൊറിയോഗ്രാഫിഡിൽ അതിൻ്റെ പാട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് എൻറ്റയർലി നമ്മൾ ഡ്രീം സീക്വൻസ് ഒക്കെ പോലെ പാട്ടിനെ ആ രീതിയിൽ ചെയ്യുന്നത്. ഈ നിങ്ങൾ തന്നെ പറയുന്നൊരു സ്വാഗിൻ്റെ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാതരം സാധ്യത ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഒരു വിഷ്വൽ കൾച്ചർ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്, മ്യൂസിക്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് റഹ്മാൻ അതിലെടുക്കുന്ന സ്ക്രാച്ച്? ഇതിങ്ങനെ ചെയ്തെടുക്കാം, ഇന്ന കളർ ചെയ്യാം, ഈ പാലറ്റിൽ ചെയ്യാം, ഇങ്ങനെ ടോട്ടൽ സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചേട്ടാ ഭയങ്കര ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ചാടിയ നീന്തിയല്ലേ പറ്റും. അത് മാക്സിമം ചാടി കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ആക്കാൻ പറ്റും, ഇത് നമ്മൾ ഓക്കെ സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി. പിന്നെ ഈ അൺറെസ്പോൺസിബിലിറ്റീനെ എങ്ങനെ സെൽഫ് സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. എളുപ്പം സാറ്റിസ്ഫൈഡ് ആവുന്ന ആളാണ്. എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഷ്ടാവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ളവർ പാടുപെടും അല്ലേ? ബാക്കിയുള്ളവരല്ല, ഞാൻ തന്നെ പാടുപെടും. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യണവരെല്ലാരും പറയും ഇപ്പൊ എന്ത് ചെയ്ത് കണ്ടാലും ഒരു നല്ലത് വരില്ല എന്നുള്ള. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കത് വർക്കാവാഞ്ഞിട്ടല്ല, ഒരു പെട്ടെന്ന് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തി ഓക്കെ അങ്ങനെ ഒരു എക്സൈറ്റഡ് ആവുന്ന ഒരു അങ്ങനെ എനിക്കൊരു ഇതില്ല. അപ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി മാക്സിമം എഫേർട്ട് ഞാൻ അൺകോൺഷ്യസ്ലി ഇടും. അങ്ങനെ പറ്റിപ്പോകുന്ന. എന്നാൽ പോലും ഈ അപ്പുറത്തിരിക്കുന്ന പ്രേക്ഷകനെ കാണുന്നുണ്ടോ ഈ സീൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ? ഞാനെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയല്ലല്ലോ. ഇപ്പം തല്ലുമാല എന്ന് പറയുന്നത് ഒരു തരത്തിൽ എക്സ്പെരിമെൻ്റലാണ്. പക്ഷേ തിയേറ്ററിലെത്തിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് തല്ലുമാല ഒരു ഫോർമുലയാവുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തല്ലുമാലയ്ക്ക് ഒരു ഫോർമുല ഉണ്ടെന്നാണല്ലോ തോന്നുന്നത്. പക്ഷേ ആ സിനിമ പ്ലാൻ ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്ത് തിയേറ്ററിലെത്തുമ്പോൾ അതൊരു നമ്മൾ കാണുന്ന ഒരു കൺവെൻഷണൽ ഫോർമുലയല്ല, കംപ്ലീറ്റ് എക്സ്പെരിമെൻ്റലാണ്. പക്ഷെ അത് കണ്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു പടത്തിന് അഡോപ്റ്റ് ചെയ്യാവുന്നൊരു ഫോർമുലയായിട്ട് അത് മാറുന്നുണ്ട്. ഈ പറഞ്ഞ കൈവിട്ട് കളിയുണ്ടല്ലോ ഈ സംഗതിയിലൊക്കെ. ഇപ്പം ലവിലും അങ്ങനെയാണ്, എക്സ്പെരിമെൻ്റലാണ്. പക്ഷേ ലവിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ആ സമയം കോവിഡ് തന്നെ എല്ലാത്തരം എക്സ്പെരിമെൻ്റൽ സാധ്യതയുള്ള ഇതിലാണ് വരുന്നത്. ഉണ്ട നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട ആ സമാന സമയത്തുള്ള മമ്മൂട്ടിയുടെ മറ്റു സിനിമകളിൽ ഈ പറയുന്ന ആ ഗണ്ണെടുത്തിട്ടുള്ള മൊമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു തോക്ക് വെക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഒരു വെടിയെങ്കിലും വെക്കില്ലേ, പേരിൽ മാത്രമാണ് ഉണ്ട എന്ന് വരെ തോന്നാവുന്ന രീതിയിൽ ഫാൻസിനെ വളരെ നിർജ്ജീവമാക്കുന്നൊരു മൊമെൻ്റാണ് നമ്മൾ എന്തൊരു തിയേറ്റർ ഡിസൈനിൻ്റെ കാര്യത്തിലുണ്ടാകുന്നത്. പക്ഷേ അതിഗംഭീര സിനിമയാണ്. വേറൊരു തരത്തിൽ മമ്മൂക്കയുടെ എത്രയോ കാലത്തിന് ശേഷമുള്ള ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പുള്ളി തന്നെ മേക്ക് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞത്, മേക്ക് ഓവർ അല്ല മേക്ക് ഡൗൺ ആണെന്ന് മമ്മൂക്ക എന്നോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് അപ്പുറത്തിരിക്കുന്ന ആൾ എന്നുള്ളതിൽ റഹ്മാനെ തന്നെയാണോ കാണാറുള്ളത്, അല്ല പ്രേക്ഷകരെ കണ്ടിട്ടാണോ? ഇല്ല, ഞാൻ എന്നെ തന്നെ കണ്ടിട്ടാണ്. ലൈക്ക്
ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഫിലിം. അപ്പുറത്ത് ഈ മൊമെന്റിൽ ഇയാൾ കൈയടിക്കണം, ഈ മൊമെന്റിൽ ഇയാൾ കയറിയണം, അങ്ങനെ അത്രേ ഉള്ളൂ അല്ലേ? സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കഥകൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിലിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഓരോ സീനാണെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കും. ഫോർ എക്സാമ്പിൾ പത്മ തിയേറ്ററിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി ഞാൻ തന്നെ തിയേറ്ററിൽ ഞാൻ തന്നെ കാണുമ്പോൾ ഉറപ്പായിട്ടും ഇത് വല്ലാത്തൊരു അത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ ഇതുവരെ. എനിക്കിഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല. പക്ഷെ ഒരു സിനിമ കഴിഞ്ഞ ഒരു സിനിമ എന്ന സമയത്തെ ആ തീരുമാനത്തിലേക്കുള്ള നീളം അങ്ങനെ കൂടുന്നില്ല. എന്നാൽ പോലും ഏത് തരം സിനിമ എന്നുള്ളത് സ്ക്രിപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ പറ്റും. സ്ക്രിപ്റ്റ് നിങ്ങൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്തത് റിപ്പീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാമല്ലോ. ഉണ്ട പോലത്തെ ഒരു സിനിമ സ്വാഭാവികമായിട്ടും സ്ക്രിപ്റ്റ് എക്സൈറ്റ് ചെയ്താലും ചെയ്യാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, ഉണ്ട പോലെന്ന് വെച്ച് കഴിഞ്ഞാല് അത് സെയിം ഒരു ഞാൻ കഥാവശാലല്ല, ഞാൻ പറഞ്ഞ ആ ഒരു ജോണറിലേക്ക് വരാവുന്ന ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു ബോറടിക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവുന്നു. ഇപ്പൊ ഉണ്ട പോലുള്ള സിനിമ നമ്മൾ അല്ലെങ്കിൽ അത് ആ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന കൺസീവ് ചെയ്തിരിക്കുന്ന റൈറ്റർ അതിനും മേലെ എന്റെ ഒരു തോട്ട് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു മൊമെന്റ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളത് ചെയ്യും. അതിലാണല്ലോ പിന്നീട് വരുന്ന ഒരു ഹൈ വരുന്നത്. ലൈക്ക് ഈ തല്ലുമാലയുടെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലുമാല ഇപ്പോഴിറങ്ങിയാണെങ്കിൽ വേറെ തരത്തിൽ ഡിസ്കഷൻ ഡീവിയേറ്റ് ചെയ്തത്. കാരണം വെച്ചാൽ തല്ലുമാല തല്ലിച്ചു എന്നൊക്കെ പറയാവുന്ന തരത്തിൽ. കാരണം വെച്ചാൽ എല്ലാം ഞാൻ നല്ല ഏതാണ്ട് എല്ലാ സാമൂഹിക വിപത്തിൻ്റെയും ഉത്തരവാദിത്തം കൊണ്ടുപോയിട്ട് സിനിമയിൽ തലയിലിടുന്നൊരു വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. അത് സിനിമാ മേഖലയിൽ നേരിടുന്നുണ്ട്. പിന്നെ അത് അതിൽ വയലൻസ് സിനിമയിലൂടെയാണ് വരുന്നത് എന്നുള്ള സാധനമുണ്ട്. ഇപ്പോൾ തല്ലുമാലയുടെ കാര്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു യങ്സ്റ്റേഴ്സും വയലൻസും ആ ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആലോചിച്ചിരുന്നോ? യങ്സ്റ്റേഴ്സ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എനർജി ഉണ്ടാകുമ്പോഴാണല്ലോ വയലൻസ് സംഭവിക്കുന്നത്. യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എനർജി തന്നെയാണല്ലോ, യങ് ബ്ലഡ് ആണല്ലോ. അപ്പൊ പിന്നെ അത് സംഭവിക്കും. അത് ലൈക്ക് അത് പുതിയതായിട്ട് അങ്ങനെ ഒന്നുമില്ല. തല്ലുമാല ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കുകയാണെങ്കിൽ തല്ലുമാല ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചു, ഓക്കെ തിയേറ്ററിൽ ഈ നാട്ടിൽ ഇടി ഉണ്ടാവാറില്ലേ? ഉറപ്പായിട്ടും എത്രയോ ഇടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കല്യാണ വീട്ടിൽ ഇടി ഉണ്ടാവാറുണ്ടല്ലോ, ഉണ്ടല്ലോ. ഇതേപോലെ ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്, ഇവിടെ എല്ലായിടത്തും അടികൾ നടക്കുന്നുണ്ടല്ലോ. പിന്നെന്താ ചെയ്താൽ കുഴപ്പം? ഇതില്ലാത്തതല്ലല്ലോ. അത്രയും വളരെ ഈസി ആയിട്ടാണ് നമ്മള് നാട്ടിൽ നടക്കാത്തൊരു കാര്യമല്ലല്ലോ. നാട്ടിൽ നടക്കാത്തൊരു കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പോ ഷൂസിൽ ചവിട്ടി ഇതിന് അടിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂസിന് അത് പറയുന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയ കാര്യമാണ്. എനിക്ക് ഷൂസ് ഇഷ്ടപ്പെടുന്ന ഞാൻ അത്രയ്ക്ക് ഒരു സ്നീക്കർ ഹെഡ് അല്ല, പക്ഷെ സ്നീക്കേഴ്സിന് ഹെഡായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അത് അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ അതെനിക്ക് കണക്ട് ആയി. ലൈക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോ അത് കഴിഞ്ഞപ്പോ പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇടിയായില്ലേ? ഭയങ്കര സിമ്പിൾ അല്ലേ? അതിലും ലൈറ്റർ റീസൺ അല്ലേ? ഓപ്ഷൻസ് ഉള്ള സ്വന്തം ഷൂ വേറെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഒരു അടുത്ത പപ്പടം കിട്ടാവുന്ന അത്രയുള്ളത് കാര്യമല്ലേ? അതിനൊക്കെ വരെ ആളുകൾ തല്ലുകൂടുന്നുണ്ടല്ലോ. ഈ മ്യൂസിക്കൽ പാർട്ട് എങ്ങനെ? ഞാൻ പറയുന്നത് ഇപ്പം ആലപ്പുഴ ജിംഖാനയ്ക്ക് മുമ്പുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിക്കൽ പാർട്ടിൽ ഇതേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം പ്രശാന്തിനെ വെച്ചാണ് അനുരാഗ് കരിക്കൻ വെള്ളം ചെയ്തത്. ഉണ്ടയിലേക്ക് വരുന്ന സമയത്തും ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു BG ആണെങ്കിലും പാട്ടിലാണെങ്കിലും തല്ലുമാല നോക്കുകയാണെങ്കിൽ അത് പാട്ടുമാല കൂടിയാണ്. അത് അതിൻ്റെ ഒരു വിഷ്വൽ കൊറിയോഗ്രഫിയിൽ അങ്ങനെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിങ്ങൾ തന്നെ സ്ക്രാച്ചിൽ ചെയ്തെടുത്തൊരു സാധനമുണ്ട്. ഈ റാപ്പിൻ്റെ ഒരു എലമെൻ്റ് അതിലുണ്ട്. എന്തായാലും ഒരു മലബാർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷ്വൽ കൾച്ചറിനെ അതിനെ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുമ്പോൾ പ്രിയദർശൻ്റെ സിനിമയിൽ പാട്ട് എല്ലാ കാലത്തും സെലിബ്രേറ്റ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ പാട്ടിന് വേറെ തന്നെ ഒരു യുണീക്നെസ് ഉണ്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറായിട്ടൊക്കെ പോകാറുണ്ട്. റഹ്മാൻ്റെ കാര്യത്തിൽ റഹ്മാൻ അങ്ങനെ പാട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പം പിന്നെ ഇതിൽ ബിജു മേനോനും ഇതുമായിട്ടുള്ള മ്യൂസിക്കൽ സീക്വൻസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ എൻ്റെ ഡ്രാമയിൽ. പാട്ട് എന്ന് പറയുന്ന സാധനം ഇപ്പം ആളുകൾ പാട്ടെങ്ങനെ ഒഴിവാക്കി കളയാന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പാട്ടിന് ഇങ്ങനെ ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മ്യൂസിക് ഇപ്പോ സിനിമയേക്കാൾ ലാഭമുള്ള ബിസിനസ് പൊതുവേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ചില സിനിമ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു മാർക്കറ്റ് ഇപ്പൊ മ്യൂസിക്കിനുണ്ട്. ഇപ്പൊ ഈ പ്രസന്റ് സെനാരിയോയില് ഇപ്പൊ പാട്ടിന്റെ കേസിലാണെങ്കിലും എനിക്ക് ആദ്യം ഒരു പേഴ്സണലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാട്ടുള്ള സിനിമകൾ ഇഷ്ടമല്ലാതിരുന്നു. എനിക്ക് സിനിമ എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് 2-5 മിനിറ്റ് പാട്ടിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളോടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് പാട്ട് വേണം എന്ന് പറയുന്ന ഇതിൽ പാട്ട് വേണമല്ലോ. അപ്പോഴാണ് ശരിയാണല്ലോ, ഇതിൽ പാട്ട് വേണമല്ലോ. ഇപ്പൊ സിറ്റുവേഷനുകൾ ഉണ്ടാവുന്നു, അപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു, അതിനെങ്ങനെ നല്ല പാട്ട് ചെയ്യാന്ന് പറയുന്ന അങ്ങനെയാണ്
ഫസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി പ്രശാന്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം പ്രശാന്തിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉണ്ടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് എന്നോട് ചോദിച്ചു, റഹ്മാൻ പടത്തിലെ പാട്ട് വേണം. അന്നേ എനിക്ക് പ്രശാന്തിന് അറിയാം എനിക്ക് പാട്ടുകൾ ലിറിക്കുള്ള പാട്ടുകൾ എനിക്ക് അത്രയ്ക്ക് വർക്കല്ല. അപ്പോൾ പ്രശാന്തിനോട് ചോദിച്ചു എന്താണ് പാട്ട് വേണോ എന്ന് വെച്ചാൽ, പറഞ്ഞു പ്രശാന്ത് പാട്ട് വേണം. അവൻ വെച്ചാൽ എന്താ വേണ്ടി, നമുക്ക് ഇത്തവണ പരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് പാട്ടുകളുള്ളത് ഉണ്ടല്ല. അപ്പോൾ നിന്നോട് ചോദിച്ചു എങ്ങനെയാ പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ നമുക്ക് മലയാളം വേണ്ട, നോ മലയാളം ലാംഗ്വേജ്, നമുക്ക് ആക്ച്വൽ ലാംഗ്വേജിലുള്ള പാട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാന്ന് പറഞ്ഞ സിനിമയിൽ 4 ലാംഗ്വേജിൽ പാട്ടുകളുണ്ട്, ആരും കേട്ടില്ല. അപ്പോൾ റീജിയണൽ സോങ്ങുകൾക്ക് മലയാളം എന്ന് പറയുന്ന ഭാഷ, ആ റീജിയണൽ ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കത് മനസ്സിലായി. നമുക്കിഷ്ടാവും, പക്ഷെ അത് അതൊരു സോങ്ങിനെ ഒരു പ്രൊമോഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയെ പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ മലയാളം തന്നെ വേണം. അങ്ങനെ ലവിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ഞാനപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവില് 2 സോങ്ങുകളുണ്ട്. അപ്പൊ ഞാൻ എന്ത് വെച്ചു, എന്നാൽ പിന്നെ ഇത്തവണ ഞാൻ വമ്പൻ വേറൊരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ വേറെ ലാംഗ്വേജ് ആക്കിയപ്പോഴാണല്ലോ ആരും കേൾക്കാണ്ടിരുന്നത്. ഇത്തവണ ലിറിക്സേ വേണ്ട, ലൈക്ക് ഹമ്മ് മാത്രമായിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ലവ് എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ ഹമ്മിങ് മാത്രമേ ഉള്ളൂ പാട്ടുകൾക്ക്, ലിറിക്കില്ല, അല്ലെങ്കിൽ ആരും പാടിയിട്ടില്ല, പക്ഷെ ക്ലീൻ ഒരു സോങ് പോർഷൻസ് ഉണ്ട്. അതും ആരും കേട്ടില്ല. സിനിമയുടെ കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് പോകുന്നല്ലാതെ. പിന്നെ എനിക്ക് മനസ്സിലായി വലിയ പരീക്ഷണങ്ങളൊന്നും കാര്യമില്ല. യു ആർ മേക്കിംഗ് എ കൊമേഴ്ഷ്യൽ ഫിലിം, അങ്ങനെ വലിയ പരീക്ഷണങ്ങളില്ല. ലെറ്റ് ഇറ്റ് ബി ഒരു ലാംഗ്വേജിൽ തന്നെ വേണം എന്നുള്ളതായിട്ട്. പിന്നെ തല്ലുമാല തൊട്ടിട്ട് തല്ലുമാലയുടെ കാര്യത്തിൽ, തല്ലുമാലയ്ക്ക് രണ്ട് ട്രാവൽ പോലാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് ഫാൻ ഫോൺ. ഇപ്പം ഞാനത് നേരത്തെ പറഞ്ഞ ഇപ്പം മണവാളൻ തഗ്ഗിനും അതായത് അവിടെ തന്നെ നിങ്ങൾ 2 ജോണർ ഇത് ചെയ്തല്ലോ. സിനിമക്കകത്തേക്ക് ഒരു പാട്ട്, ഇപ്പോഴത്തെ ഡാപ്സിൻ ടീമിനെയും വെച്ച് അപ്പുറത്തൊരു പാട്ട് സെറ്റ് ചെയ്യുന്നു. ഇതിന് 2 തരം ഓഡിയൻസിനെ സെറ്റ് ചെയ്തെടുക്കുന്നു. ഡാപ്സിയുടെ തന്നെ വേറൊരു സെലിബ്രേഷൻ ആയിട്ട് ആ പാട്ട് ഓൺ ചെയ്യുന്നു. സെലിബ്രേഷൻ വളരെ ആക്സിഡന്റലി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാപ്സിയുടെ കേസ് നമ്മൾ ഒരിക്കലും കൊളാബറേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അത്. ദാപ്സി മണവാളൻ തഗ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ തല്ലുമാല പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഷ്റഫ് ഹംസ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മോൻ സിദ്ധു, അപ്പൊ സിദ്ധു വഴി അദ്രി എന്നെ ഒരു പാട്ട് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ, ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സംഭവം. അപ്പൊ ഇതിങ്ങനെ ആരോ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സിദ്ധുവിന്റെ ഒക്കെ ഫ്രണ്ട്സ് ആണ്, അവർ ചെയ്താണ്, കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചേ ഉള്ളൂ, മണവാളം തഗ് 4 വരി അവർ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊള്ളാടാ, നല്ല സുക്കുണ്ടായും ഒരു ആ വരിയാണ്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പടത്തിൽ ടൊവിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഒരു മണവാളനായിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യണത്, അവർക്ക് ആ വഴിക്ക് പോകാൻ പറ്റുമെന്ന് നോക്കും. അപ്പൊ മുസിനും ആ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നീട് അവർ അത് ഡെവലപ്പ് ചെയ്ത് വന്നു ഒരു സിംഗിൾ ട്രാക്കായിട്ട് നമ്മളത് കേട്ട സമയത്ത് ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാക്കാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാക്ക് എങ്ങനെയെങ്കിലും പുറത്തു വരണം, ലൈക്ക് അത്രയും നമ്മൾ ആലോചിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോഷണൽ മെറ്റീരിയൽ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇറങ്ങി അടുത്ത ആഴ്ച ഇത്രയും അതൊന്നും എനിക്ക് നമ്മൾ അന്ന് ചിന്തിച്ചിട്ടില്ല. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആഷിഖ് ഉസ്മാനാണല്ലോ പ്രൊഡ്യൂസർ, ആഷിഖിനോട് പറയുന്നു. പിന്നീട് അത് നമ്മള് തല്ലുമാല ആയിട്ട് തന്നെ കൊളാബറേറ്റ് ചെയ്തിട്ട് വരുന്നതാ, അല്ലാതെ നമ്മളത് പ്രീ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ചെയ്തല്ല. ഞാൻ പ്രീ പ്ലാൻ കാര്യമല്ലോ, ഞാൻ എന്നാലും പോലെ ഒരു ഡിസൈൻ ആണല്ലോ നമ്മളിപ്പം. അതിപ്പോൾ എനിക്കൊന്ന് സംഭവിച്ചു കഴിഞ്ഞത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ റിവേഴ്സ് ആലോചന നടത്തുന്നത്. എന്നാൽ പോലും ഇപ്പം നമ്മൾ നോക്കണം, മണവാളൻ തഗ് കൃത്യമായിട്ട് ട്രെയിലറിനോട് കോമ്പീറ്റ് ചെയ്യാവുന്നൊരു സംഗതിയായിട്ട് അവിടെയുണ്ട്. ഇതിൻ്റെ പാട്ട് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ തല്ലുമാലയുടെ ട്രെയിലറിനേക്കാൾ ആലോചിക്കുന്നത് പാട്ടിലേക്ക് കൂടിയായിരിക്കുമല്ലോ ട്രാവൽ ചെയ്യുന്നത്. അത് വേറെ തന്നെയായിരിക്കും. കാരണം ട്രെയിലറിന് ഉള്ളതിനേക്കാൾ ഒരു സ്വാഗും സെലിബ്രേഷനും ഓരോ പാട്ടുകൾക്ക് ഉണ്ടായിരുന്നില്ല. അടുത്തത് എപ്പോൾ ഇറക്കി വിടും എനിക്കൊന്നത്, അല്ല ഇത് ട്രെയിലർ ഇറക്കുന്നതിനേക്കാളും ഡിമാൻഡ് അടുത്ത സോങ്ങിനൊരു സമയത്ത് ഉണ്ടായിരുന്നല്ലോ. പാട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ ഞെട്ടിയതായി പാട്ട് 8 ഡീപ് കൊള്ളാം. ഇത് പേഴ്സണലി എങ്ങനെ എൻജോയ് ചെയ്യാറ്? ഇപ്പം ഞാൻ പറഞ്ഞത് പ്രീ പ്രൊഡക്ഷൻ്റെ കാര്യം, പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യം തന്നെ. ഇപ്പം ഒരുപാട് പേര് ഭയങ്കര സ്ട്രെസ്ഫുൾ പരിപാടി, ഭയങ്കര ട്രോമാറ്റിക്കാണ് സിനിമ എന്ന് പറയുമ്പോൾ. അത് ഒരു മൾട്ടിപ്പിൾ മറ്റേ ഹെഡ് ഏക്കും ഹാർട്ട് അറ്റാക്കൊക്കെ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. ഓരോ ദിവസം സിനിമ ഷൂട്ട് ചെയ്യുന്ന ദിവസം, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ദിവസം, അങ്ങനെ ഭയങ്കര ഒരു ടഫ് ഡേയ്സ് ആണല്ലോ. റഹ്മാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട്, കാരണം വെച്ചാൽ അതൊരു സിനിമയിൽ കാണുന്ന ഒരു ഹാപ്പിനെസ്. അതെ, എന്റെ അത്രയും ഷൂട്ടിംഗ് സമയത്ത് ശാന്തനും സൽസ്വഭാവികമായിട്ടുള്ള
കണ്ടു കിട്ടാനില്ല എന്നാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും പറയാറുണ്ട്. ടീം ഇന്റർവ്യൂ അല്ലാണ്ട് നമുക്ക് കേൾക്കലോ നിർത്തിയില്ല. ഇത് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഉറപ്പായിട്ടും പ്രഷർ സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ അതനുസരിച്ചിട്ട് എപ്പോഴും ഏറ്റവും ഹാപ്പി ആയുള്ള ഒരു കാര്യമാണല്ലോ ചെയ്യുന്നത്. എനിക്കറിയില്ല കേട്ടോ, 100 ദിവസം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളാണ്. ആ 100 ദിവസം ഒരാൾക്ക് എങ്ങനെ ഒരേ മൂഡിൽ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ഭയങ്കര പ്ലസന്റ് പീസ്ഫുൾ ആയിട്ട്, എന്നെ കൊണ്ട് അത് പറ്റില്ല. ആസ് എ ഹ്യൂമൻ ബീയിങ് ഉണ്ടാവുന്ന എല്ലാ മൂഡ് ഫ്ലക്ച്വേഷൻസും, പെട്ടെന്നുണ്ടാവുന്ന സ്പോണ്ടേനിയസ് റിയാക്ഷൻസും എല്ലാം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് മാക്സിമം ഞാനത് എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളോട് കാണിക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മൊത്തം എൻ്റെ കൂട്ടുകാരാ. അവരെ ഞാൻ ചീത്ത പറഞ്ഞാലും അവരെന്നെ മാറ്റി, കൂട്ടുകാരും കുടുംബക്കാരും. അപ്പൊ അവരെന്നെ കിട്ടുമ്പോൾ, സമാധാനത്തോടെ കിട്ടുമ്പോൾ അവരെന്നെ ചീത്ത പറഞ്ഞ് അവരൊന്ന് സാറ്റിസ്ഫൈ ആവുമെന്നല്ലാതെ അത് തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെ ഉള്ളതാണ്. അല്ലാതെ ഒട്ടും ഭയങ്കര കൂൾ കാമായിട്ടുള്ള ഒരാള് പറ്റില്ല. അത് ഞാനതിൽ തന്നെ ഇപ്പോൾ റഹ്മാൻ്റെ ആക്ടേഴ്സ്, ഞാനത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇരുന്നുകൊണ്ട് പറയാം. ഇപ്പം മണി സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തന്നെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് മമ്മൂക്കയുടെ എത്രയോ പോലീസ് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പോലീസ് ക്യാരക്ടേഴ്സിൽ അതുവരെ വരാത്തൊരു ബോഡി ലാംഗ്വേജ്. പക്ഷേ അദ്ദേഹം ഒരു 45 വർഷത്തോളം ചെയ്തതിൻ്റെ തുടർച്ചയിലൊരു ക്യാരക്ടർ ഏറ്റെടുക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒരു ചിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്ക് ഇങ്ങനെയാണ് ചിരിക്കുകയാണ്. റഹ്മാൻ പോലും ആ മൊമെൻറ്റ് പറയുമ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ചിരിയാണല്ലോ ഉണ്ടാവുക. പക്ഷേ അങ്ങനെ ഒരു ഭയങ്കര യുണീക്ക് ചിരി ഇരിക്കുന്നത് അത് മണിസാറിൻ്റേത് മാത്രമായിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. മമ്മൂട്ടിയല്ല ചിരിക്കുന്നത്, മണിസാറാണ് ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര വളരെ ചെറിയ മൊമെൻറ്റിലേക്ക് ഒരു ക്യാരക്ടർ ആർക്കിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് ഉണ്ടയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി മൊമെൻ്റ് ആയിരുന്നു ഈ പറഞ്ഞ ഇനീഷ്യൽ സീക്വൻസൊക്കെ. നമ്മൾ പിന്നീട് എടുത്ത് കാണുമ്പോഴും അല്ലെങ്കിൽ പുള്ളിയുടെ റിയാക്ഷൻ, പുള്ളി ടീമിൻ്റെ അടുത്ത് പുള്ളി ഷെയർ ചെയ്യുന്ന നിസ്സഹായതയിൽ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എത്രത്തോളം വീക്കാണെന്ന് കാണുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന മമ്മൂക്കിയെ പോലത്തെ ഒരാളെയൊക്കെ കിട്ടിയ സമയത്ത് അതെങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്തത്, എങ്ങനെയായിരുന്നു ബ്രീഫ് ചെയ്തത്, എങ്ങനെയാണ് ആ മൊമെന്റ് മാത്രം ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണെന്ന് പറയുന്നത്? മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിയുമ്പോൾ ആ ക്യാരക്ടറിനെ നമുക്കൊരു റെഫറൻസ് ആയിട്ട്, മണി സാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി ഒരു മാനറിസം എന്നല്ല, ഒരു ക്യാരക്ടറിന്റെ ഒരു ഫ്ലേവർ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ആക്ച്വൽ ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇതേപോലെ ഔട്ട് സ്റ്റേഷൻ പോയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. പോയാൽ പോലീസുകാരുടെ സ്വഭാവങ്ങളാണെങ്കിലും അദ്ദേഹം ഷൂട്ടിംഗ് സമയത്ത് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളുടെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നിട്ടുള്ള ആളാണ്. പിന്നെ ഇത് ഞാൻ അധികം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല, അല്ല, പക്ഷെ എന്നാൽ പോലും അത് സത്യമാണ്. പക്ഷെ എന്നാൽ ആ ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഒരു ഡയറക്ടോറിയൽ ബ്രീഫ് ആണല്ലോ മമ്മൂക്ക എടുക്കുന്നത്. ഞാൻ മമ്മൂക്കാരോട് പറഞ്ഞ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഇദ്ദേഹമാണ് ഓപ്പൺ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഡേ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ പിന്നുള്ളൊരു മീറ്ററിങ് അത് മമ്മൂട്ടിയുടെ തന്നെയാണ്. പിന്നെ ആ ഓപ്പണിംഗ് സീൻ മനുഷ്യരുടെ മെൻഷൻ ചെയ്ത പേഴ്സൺ മോഷ്ടിക്കുമ്പോഴുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടേക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ 3 ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെരി ഫസ്റ്റ് ടേക്ക്. അപ്പോൾ വെരി ഫസ്റ്റ് ടേക്ക് ആക്ഷൻ പറയുന്നു, നമ്മൾ ടേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് ടേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പ്ലേ ബാക്ക് ചെയ്യുന്നു. ആർക്കും ഒന്നും പറയാനില്ല. ഇറ്റ്സ് ലൈക്ക് എ പെർഫെക്റ്റ് ഷോട്ട്, ഡീസെന്റ്, വെരി ക്ലീൻ റിയാക്ഷൻ. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളാണല്ലോ ഇരിക്കണേ, എന്തിനാടാ പൊട്ടാ പെട്ടെന്ന് ഓക്കെ പറയണേ, ഗോ. ഞാൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരെണ്ണം കൂടെ, അത് ഓക്കെയാണ്, ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറഞ്ഞു ഓക്കെ. അപ്പൊ എന്താണ് എന്ന് പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കറക്ഷൻ പറയാനായിട്ടൊന്നുമില്ല, എനിക്ക് എഡിറ്റിംഗ് ടേബിളിൽ മൊത്തത്തിൽ അത് വരുമ്പോൾ എന്തെങ്കിലും ഒരു 2-3 ചോയ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നി എന്ന് പറഞ്ഞു. ഞാൻ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ, ടേക്ക് 2. ഒരു വേറൊരു ചിരി വന്നു, അതും എനിക്ക് ഓക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ അധികം സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ, നിർത്താം. അത് പറ്റില്ല, ടേക്ക് 3. മൂന്നാമതൊരെണ്ണം വരുന്നു, അതും ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നമ്മൾ റീടേക്ക് പോകുന്തോറും നമ്മൾ പെട്ടോണ്ടിരിക്കും, നമ്മൾ കൺഫ്യൂസ്ഡ് ആയി, നമ്മളുടെ ഓപ്ഷൻസ് കൂടിക്കൊണ്ടിരിക്കും. അദ്ദേഹം റിഫൈൻ ചെയ്ത് ബെറ്റർ ആയിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. അത്രയും സമയം പിന്നെ നമ്മൾ വെറുതെ എന്തിനാ സ്പെൻഡ് ചെയ്യാൻ? ലൈക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു. അതിലേതെടുത്തതപ്പോ വെരി ഫസ്റ്റ്. അത് പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഇപ്പം ഇത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്തുണ്ടല്ലോ, ഇവർ പല സിനിമകളുടെയും ലോകത്തുനിന്ന് പലപ്പം ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ഇതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തിൻ്റെ സമയത്ത് ഗണപതിയെ കാണുന്ന സമയത്തും ലുക്മാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതുവരെ അവർ കീപ്പ് ചെയ്ത ബോഡിയെ തന്നെ പൊളിച്ചാണല്ലോ വരുന്നത്.
ഇപ്പോൾ പിന്നെ ഇതിലേക്ക് മണവാളൻ വസീമിൻ്റെ വരുന്ന സമയത്തും ടോവിയുടെ ഒരു ഫിസിക്ക് പൊളിക്കുന്നുണ്ട്. ഇവരുടെ ഒരു തരത്തിലൊരു കംഫർട്ടാണല്ലോ അവർ അതുവരെ കീപ്പ് ചെയ്ത ബോഡി എന്ന് പറയുന്നത്. അതിനെ ഒന്ന് പൊളിച്ച് ഉടച്ച് കളഞ്ഞിട്ട് വരുമ്പോൾ വേറൊരു ക്യാരക്ടറിലേക്ക് വരുമ്പം അവരവിടെ കംഫർട്ടാക്കണമല്ലോ. ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം വരുമ്പോൾ അവർക്ക് ആ ബോഡിയിൽ ഒരു എന്താ പറയുക, ഒരു സെക്യൂർ ആവണമല്ലോ, അവർ കംഫർട്ട് ആവണമല്ലോ. ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞൊരു മേക്ക് ഓവർ ഞാൻ പറയുന്നത് ഫിസിക്കലി അവരുടെ ട്രാൻസ്ഫോർമേഷൻ കൂടി വരുന്ന സമയത്ത് അത് പെട്ടെന്ന് അവരെ ക്യാരക്ടറിലേക്ക് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ടിപ്സോ ട്രിക്കൊക്കെ ഉണ്ടോ? ഇത് ഫോർ എക്സാമ്പിൾ ചേട്ടാ, അത് ക്യാരക്ടർ ജിംഖാനയുടെ വെച്ച് ചോദിക്കുവാണെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ ജിംഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിങ് ആയിട്ടുള്ള വാട്ടർ അമേച്ചർ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, ബോക്സിംഗ് ആയിക്കോട്ടെ, വേറെ ഏത് അത്ലറ്റ് ആയിക്കോട്ടെ, ഒരാളൊരു 3 മാസം അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അവനത് വർക്ക്ഔട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ബോഡി ലാംഗ്വേജ് മാറിപ്പോകും എന്നുള്ള 100% ഷുവറാണ്. എത്ര വളഞ്ഞു കുത്തിയിരിക്കുന്നവരടുത്തനാണെങ്കിലും കണ്ണാടി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് നിവർന്ന് നിൽക്കും. അത് അവന്റെ ക്യാരക്ടറിനെയും പേഴ്സണാലിറ്റിനെയും ബാധിക്കും. അവന് ചിരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും, വർത്താനം പറയാനുള്ള കോൺഫിഡൻസ് കിട്ടും. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഫാക്ടർ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ബോണസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചെയ്യണ കാര്യം ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോ നമ്മളും ആരും ഒന്നും അറിയില്ല, നമ്മളങ്ങനെ ബെനക്കെട്ടിരുന്നിട്ടില്ല. നമുക്ക് പുതിയ അഭിനയം വേണം എന്ന് പറഞ്ഞ് പുതിയതായിട്ട് അഭിനയിപ്പിക്കേണ്ട കാര്യമില്ല. അവര് ചെയ്യുന്ന സാധനം തന്നെ ചെയ്യും. അപ്പൊ കുറച്ചും കൂടെ ബെറ്റർ കോൺഫിഡൻസിൽ വരുന്നതുകൊണ്ട് വേറെ ഒരു നമുക്ക് ലാഭം. ഇപ്പൊ നെസ്ലൻ ആണെങ്കിൽ നെസ്ലൻ തൊട്ടുമുമ്പ് പ്രേമലുമാണ്. നെസ്ലൻ വരുവാണെങ്കിൽ ഒരു ക്യാരക്ടർ റോളിൽ വരുന്നു. നെസ്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണ്. ഇപ്പം നെസ്ലനെ കാണുമ്പോൾ തന്നെ ചിരി, അല്ലെങ്കിൽ നെസ്ലൻ്റെ ഒരു കൊടുങ്ങൽ സ്ലാങ്, ഇതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി ഒരു റോം കോമിലേക്ക് പ്ലേസ് ചെയ്ത പടമാണ് പ്രേമലു. അങ്ങനെ ഒരു പ്രേമലുവിൻ്റെ ഒരു മാസീവ് ഇമ്പാക്റ്റിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പ്ലേസിലേക്ക് വരുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന ചെറിയ പരിക്കൊക്കെയുള്ള ലുക്കും സംഗതിയും, അല്ലെങ്കിൽ നിങ്ങൾ ഇനീഷ്യൽ വീഡിയോസൊക്കെ വിടുന്ന സമയത്ത് ശരിക്ക് നെസ്ലനെ തന്നെ വേറെ രീതിയിൽ പ്ലേസ് ചെയ്യുകയാണല്ലോ. ഇപ്പം ആദ്യം ചോദിക്കുന്നത് വൈ നെസ്ലൻ എന്നുള്ളതും നെസ്ലിനെ എങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് ചെയ്തേക്കുന്നത്? അവന്റെ ഏരിയയിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതാണ് സംശയം ഉണ്ടായിട്ടില്ല. ഈ ജിംഖാനയിലേക്ക് എന്തുകൊണ്ട് ജിംഖാനയിലെ ഒറ്റ ഒരാളെയാണ് മെയിൻ ലീഡിൽ ആലോചിച്ചിട്ടുള്ളൂ, അത് നെസ്ലിനെയാണ്. അവനോട് സംസാരിച്ചു, അത് അദ്ദേഹം ഓക്കെ പറഞ്ഞോടുകൂടി പിന്നെ എല്ലാം ഭയങ്കര ഈസിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടീനേജ് ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മല പോലെ. ഞാൻ കഥ പറയട്ടെ, സ്പോയിലർ ഫ്രീ ആക്കി പറയാം. കഥ ഭയങ്കര സിമ്പിൾ കഥ കേട്ടോ. അതായത് +2 പറയുന്ന അത്രയും പറഞ്ഞാൽ മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ആലപ്പുഴ ബേസ്ഡ് ആയിട്ടാണല്ലോ. ആലപ്പുഴയിൽ +2 പഠിക്കണ കുറച്ച് പിള്ളേർ, ഇവന്മാർ +2 തോറ്റു. അപ്പോൾ ഇവന്മാർക്കിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 തോറ്റു എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പാണ്, മെയിൻ ഗ്യാങ് ആണ്. അപ്പോൾ ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും ആലപ്പുഴ SD കോളേജിൽ ഒരുമിച്ചൊരു അഡ്മിഷൻ കിട്ടണം. അപ്പോൾ ഇത് എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള ചർച്ചയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് നമുക്കൊരു ഉള്ളതെന്ന് വെച്ചാൽ സ്പോർട്സിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റേറ്റ് കോമ്പറ്റീഷൻ വരെ പങ്കെടുത്താൽ നമുക്കൊരു 60 മാർക്ക് കിട്ടും, ഗ്രേസ് മാർക്ക്. പിന്നെ ഈ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനും ഭയങ്കര സുഖമാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഒരു സ്പോർട്ട് കണ്ടുപിടിക്കാം. സ്പോർട്ട് ഏതാ? അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബോക്സിംഗ് പിടിക്കാടാ, അതാ നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഒറ്റക്കൊറ്റക്കുള്ള കേസല്ലല്ലോ, 11 പേരൊന്നും വേണ്ട, അല്ലെങ്കിൽ ഫുട്ബോളിന് അത്രയും ആൾക്കാർ വേണം. എന്നാ പിന്നെ നമുക്ക് ബോക്സിംഗ് പഠിക്കാവുന്നുണ്ട്. അങ്ങനെ ബോക്സിംഗ് പഠിക്കാൻ പോണ ചെറുപ്പക്കാരുടെ കാര്യം. അതല്ലാതെ ഇവന്മാർക്ക് ഒരു സ്പോർട്ട് അങ്ങനത്തെ ഒരു ഉദ്ദേശങ്ങളോ ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് ഇവന്മാര് ഈ പറയുന്ന പോലെ 50 പൈസ പരിപാടിയായിട്ട് ചെന്ന് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ പങ്കെടുത്ത്, ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞറിയാലോ ഭയങ്കര സിമ്പിളാണ് ആലപ്പുഴയുടെ. അത് കവറപ്പ് ചെയ്ത് പിന്നെ ഇവര് സ്റ്റേറ്റ് ലെവലിലേക്ക് ഇവരെത്തും ഒരു ടീമായിട്ട്. അവിടെ വന്നിട്ട് എൻ്റെ പൊന്നു ചേട്ടാ കോമഡി ഇടി കൊണ്ട് ഒരവസ്ഥ എത്തുന്നതാണ് ഈ സിനിമയുടെ കഥ. ഇത് വളരെ സിമ്പിളാണ്, ഇൻക്ലൂഡിങ് സ്പോയിലർ. ഇത് ഇതാണ് കാണേണ്ടത്, ഇത്രേ ഉള്ളൂ കാണാൻ. അല്ലാതെ ഇതില് ഭയങ്കര ട്വിസ്റ്റ് പ്ലോട്ട് പോയിന്റുകളും അങ്ങനത്തെ നമ്മളൊരു സിനിമാറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഭയങ്കര മേക്ക് ഇറ്റ് വെരി സിമ്പിൾ ആൻഡ് സ്വീറ്റ്. തല്ലുമാലയും പറഞ്ഞു തീർന്ന് ഇങ്ങനെയാണ്. തിയേറ്ററിലാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ബാക്ക് ടു ബാക്ക്. ഇപ്പോഴും എല്ലാവരും പറയുന്ന സാധനം തല്ലുമാല ഉണ്ടാക്കിയ ഒരു പേസാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം തിയേറ്ററിലെ ആളുകൾ ലാഗ്, അല്ലെങ്കിൽ EML ആളുകൾ മൊബൈലിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ റീലിൻ്റെ സ്പീഡ് എന്നൊക്കെ പറയുന്ന പോലെ തല്ലുമാല എന്ന് പറയുന്നത് ഒറ്റയടിക്ക് പോകുന്നൊരു സാധനമാണല്ലോ, ഒരു ചെയിൻ ഓഫ് ഈവൻസ് എന്ന് പറയുന്ന സമയത്ത്. ഈ തല്ലുമാല എന്നുള്ളതിൻ്റെ സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു ടോട്ടൽ ഫിലിം എന്ന സമയത്തേക്ക് ഈ സ്പീഡ്, ഈ പേസ്, അല്ലെങ്കിൽ തല്ലുമാല ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന അത് എപ്പോൾ സെറ്റ് ചെയ്തെടുത്തതാണ് ചേട്ടാ? അത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന സമയം മുതൽ അതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂസിന് അത്
കാണ്ഡമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വർഷങ്ങളെടുത്ത് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഒരുപാട് ഡീറ്റെയിലുകളുണ്ട്, പിന്നെ ഒരുപാട് സബ് സ്റ്റോറി, സബ് പ്ലോട്ട്. അത് നമ്മൾ അതൊരു നോർമൽ സിനിമയുടെ സ്പീഡിൽ എടുത്തു വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കതൊരു സീരീസ് ആക്കാം. ആക്ച്വലി തല്ലുമാല 2, 3 ഒക്കെ നിങ്ങൾ ആലോചിച്ചതോടെ അല്ലേ? അത്ര ഇവന്റുകൾ അങ്ങനെയല്ലേ ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. അപ്പൊ അത്ര ഇവന്റുകളുണ്ട്. ഇത് എല്ലാം കൂടെ ഒരു 2 മണിക്കൂറിൽ അത് തന്നെ 8 പാട്ടും വേണം, അതിന്റെ 8 പാട്ടും വേണം. ഈ ചെറുക്കനാണെങ്കിൽ പാട്ടില്ലാണ്ട് സ്ക്രിപ്റ്റ് എഴുതാനും പറ്റില്ല. പാട്ട് എഴുതുന്ന ആളുമാണ്, പാട്ട് എഴുതുന്ന ആളുമാണ്. അയാൾ എല്ലാ കഴിവും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? അപ്പൊ ഇത് ആകെ 2 മണിക്കൂർ സമയമുണ്ട്. അതിനെന്ത് ചെയ്യുന്ന ആലോചിച്ചോ ഒറ്റ തോട്ടിന്റെ പുറത്താണ് പിന്നീട് ആ കണ്ട അക്രമങ്ങൾ മൊത്തം സംഭവിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിലൊന്നുമില്ല. ഇപ്പൊ ജിംഖാനയിൽ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 8 പാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 80 ആലോചനകളിൽ നിന്നായിരിക്കുമല്ലോ 8 പാട്ട്, അതിന്റെ മ്യൂസിക് ലേയേഴ്സ്, BG ഒക്കെ ആലോചിക്കുന്നത്. ഞാൻ പറയുന്നത് വിഷ്ണുവും മൂസിനും റഹ്മാനുള്ള ഒരു കൊളാബറേഷനാണ് പറയുന്നത്. ഇതിൽ വരുമ്പം വിഷ്ണുവും പിന്നെ റഹ്മാന്റെ ആലോചനയിൽ നിങ്ങളും അവിടെയും സ്ക്രാച്ചിലായിരിക്കുമല്ലോ ആലപ്പുഴ ജിംഖാനയുടെ പാട്ട് വരുന്നത്. അവിടെ ഈ പറയുന്ന തിയേറ്ററിൽ ഡിമാൻഡിങ് ആവുന്ന പാട്ട് വേണം, സെലിബ്രേറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ കുറച്ചുകൂടി പോപ്പുലർ അപ്പീൽ വേണം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. ഈ പാട്ടുകളുടെ ഒരു ക്രിയേഷൻ എന്താ? വരാനിരിക്കുന്ന സാധനം വേണ്ട, എക്സൈറ്റഡ് ആയി ചോദിക്കുന്നത്. വരാൻ ആലപ്പുഴ ജിംഖാനയില് ദൈവം സഹായിച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു 5-8 പാട്ടുകൾ 5-ൽ നിന്ന് 8ലേക്ക് എത്തിയെന്നാണ്. നേരത്തെ നമ്പർ കൂടിയോ കണ്ടില്ലേ ഇരുന്നു മറ്റേ ഇതിലല്ലേ? ഇപ്പൊ ഇതിലും ഉണ്ട് ചേട്ടാ ഒരു 8 സോങ്ങുകൾ. ഇതൊരു മ്യൂസിക്കലായിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫോഴ്സ്ഫുള്ളി ചെയ്തിട്ടില്ല. അതിങ്ങനെ തല്ലുമാലയിൽ 8 പാട്ടുണ്ടായി അതുകൊണ്ട് എനിക്ക് ഇതിൽ 8 പാട്ട് അങ്ങനെയല്ല. അങ്ങനെ ഒരു അല്ലെങ്കിൽ 8 ആൽബം തല്ലുമാലയിൽ പാർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ, സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ അതുപോലെ അതേ ഒരു നേച്ചറിൽ തന്നെ നമ്മളതിങ്ങനെ പ്ലേസ് ചെയ്ത് ഈ സിനിമയുടെ കഥയും തിരക്കഥയും എല്ലാം ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്ലേസിലേക്ക് സോങ്ങുകൾ നമ്മൾ വെച്ച് വന്നപ്പോൾ മ്യൂസിക്കലാണ് സിനിമ കുറച്ച്. ഇത് ആക്ച്വലി റഹ്മാന്റെ ആലോചനയിൽ നിന്നുണ്ടായ സിനിമ തന്നെയല്ലേ ഇത്? അതെ അതെ, ഉണ്ടയും റഹ്മാൻ ആലോചിച്ചാണ്. ലവ് ആണ് ഇതിപ്പോ. ഇതിന്റെ ശരിക്കും എന്താ ഇതിന്റെ ഒരു ബേസ് ആലോചന എന്തായിരുന്നു? എവിടുന്ന് കിട്ടിയതാ? എവിടുന്ന് കിട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ, നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, എല്ലാ കുറെ ഡയറക്ടേഴ്സ് അവരവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സിനിമയാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു തരാമോ? അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ മുമ്പ് +2 സമയത്ത് ഞാൻ ഇതേപോലെ കുറച്ചാൾ ബോക്സിങ് പഠിക്കാൻ പോയി. ഓ, അപ്പൊ അല്ല ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. അപ്പൊ ഈ പരിശീലനം ചുമ്മാ അതല്ല. അപ്പോൾ ആ സമയത്ത് ബോക്സിങ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര രസകരമായിട്ട് ഞാൻ ഓർക്കുന്ന കുറെ മൊമെന്റുകളുള്ള ഒരു ടൈമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th എപ്പോഴാണ് പഠിച്ചത്? ഇല്ല, ഞാൻ ഈ +2 സമയത്ത് തന്നെ സെയിം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഭയങ്കര ആത്മകഥാംശം ആകെ ഇച്ചിരി കോമഡി ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ആണ്. അപ്പൊ എന്നാ പിന്നെ ഓക്കെ കൊള്ളാം. അപ്പൊ ബോക്സിംഗ് കൊണ്ട് ഒരു സ്പോർട്ട് ഉണ്ട്. ഓക്കെ, ടീനേജ് ഞാൻ ചെയ്യുമ്പോൾ +2 പഠിക്കുമ്പോഴാണ് ഓക്കെ അതിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു 100% നമുക്ക് ഇപ്പോൾ ബോക്സിംഗ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാനും ആലോചിച്ചപ്പോൾ ഓക്കെ ബോക്സിംഗ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ, നമുക്ക് 100% നമുക്കൊരു ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് എന്നാൽ പിന്നെ ഒരു ഇങ്ങനെ പിടിക്കാം. എന്താണോ നമുക്ക് അറിയാവുന്നത് അത് വെച്ചിട്ട് വർക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. അല്ലാതെ എനിക്കൊട്ടും പ്രോ ബോക്സിങ്ങോ അതിൻ്റെ ഒന്നും അറിയില്ല. പക്ഷെ പണ്ട് മുതലേ ഇപ്പോൾ ഈ ബോക്സിങ് പഠിക്കാൻ പോയിട്ടുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഈ ബോക്സിങ്ങിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, അതൊക്കെ കാണും, കുറച്ചൊക്കെ കാണും. അപ്പൊ പിന്നെ അത് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ച് ചെയ്താ. അപ്പൊ ഇതിലിപ്പം റഹ്മാൻ കൂടി പാരലലി ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും രസമായിരുന്നു, ഭയങ്കര തമാശ. എന്താ വെച്ച് കഴിഞ്ഞാൽ 6 മാസം ഇവര് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉസ്മാനും എല്ലാവരും അടക്കം. അപ്പോൾ ഈ 6 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബോക്സിങ്, വൈകുന്നേരം ജിം വർക്കൗട്ട്, അല്ലെങ്കിൽ ജിം വർക്കൗട്ട് രാവിലെ, വൈകുന്നേരം ബോക്സിങ്, അങ്ങനെ പൊക്കോണ്ടിരിക്കുക. പ്രീ ഷൂട്ട് അല്ലേ ഇതല്ലേ? പ്രീ ഷൂട്ട് 6 മാസം. അപ്പൊ ഇവരുടെ കൂടെ എന്നാലും ഞാനും ഇതുവരെ അങ്ങനെ വർക്ക് ലുക്കുവിനെ എനിക്കറിയാം. ലുക്കുവിന്റെ എനിക്ക് ഒരുവിധ ആസ് ആൻ ആക്ടർ എനിക്ക് ലുക്കുവിനെ എനിക്കറിയാം. ബട്ട് ബാക്കിയുള്ള ഇത്രയും ആളുകളെ എനിക്കറിയില്ല, ഇവരെങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്ന രീതിയിൽ. പിന്നെ ബോക്സിങ് എന്താന്ന് നമുക്കൊരു ഐഡിയ മറന്നുപോയി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്തേ ഉള്ളൂ.
ഇപ്പോൾ ഒരു കൊറിയോഗ്രാഫി പാർട്ട് വരുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ സ്പോട്ട് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളതിൽ എത്ര ഫൺ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു വിഷ്വൽ കൊറിയോഗ്രഫി വേറെ ആയിരിക്കുമല്ലോ. നമ്മൾ ടെലിവൈസ്ഡ് വിഷ്വൽ കാണുന്നത് പോലെയല്ലോ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. ഒരു ടെലിവിഷനിൽ ഇമ്പാക്റ്റ് പോലെയല്ല ഈ ബോക്സിങ്ങും ആക്ഷനൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്. ഇതിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഒറിജിനലി ഫീലാണ് വരുമോ നമ്മളൊരു ടെലിവിഷൻ? ടെലിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു അമേച്ചർ ബോക്സിങ്ങിൻ്റെതായിട്ടുള്ള എല്ലാ ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ നമ്മൾ നിന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതിലുണ്ടായ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കിതിൽ ബോക്സിങ് അറിയാവുന്ന ആരെങ്കിലും വേണം നമ്മളെ കൂടെ, അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. കാരണം നമുക്കൊരു ആക്ഷൻ കൊറിയോഗ്രാഫറെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നടക്കുക എന്ന് വെച്ചാൽ 100 ദിവസം ഷൂട്ട് ചെയ്യേണ്ട സിനിമയിൽ 100 ദിവസം ഇയാൾ വേണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, പോസിബിൾ ആവില്ല. അപ്പോഴാണ് ഞാൻ ജോഫിൽ എന്ന് പറഞ്ഞിട്ടൊരു കൊറിയോഗ്രാഫർ, ആക്ഷൻ ട്രെയിനർ, ബോക്സറാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് സെറ്റ്. പക്ഷെ ജോഫിലിന് കൈ കൊടുക്കുന്നു, പിന്നെ ജോഫിലിനെ ഞാൻ വിട്ടിട്ടില്ല. ഇപ്പോഴും ജോഫിൽ ഫ്ലാറ്റിലുണ്ട്, അഡോപ്റ്റ് ചെയ്ത്. ലൈക്ക് അപ്പൊ ജോഫിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ജോഫിലിന്റെ ബുദ്ധിമുട്ടാണ് ഇവന്മാരെല്ലാവരെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇവന്മാരെല്ലാം മടിയന്മാരല്ലേ, അഭിനേതാക്കളും മടിയന്മാരും ആണ്. സംവിധായകനും ആ സമയത്ത് മടി ഉണ്ടായേക്കാം, ഉറപ്പായിട്ടുണ്ടായേക്കാം. ഇവന്മാരൊക്കെ പടി ഞങ്ങളൊക്കെ മേക്ക് ചെയ്യുക. ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതും ജോഫിൽ തന്നെയാണ്, ബോക്സിംഗ്. അപ്പോൾ കുറേയൊക്കെ എൻ്റെ ഹെഡേക്ക് എല്ലാം ഏറ്റെടുത്തത് ജോഫിലാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് തിരക്കഥ എഴുതണം. അപ്പോൾ നോക്കാന്ന് പറഞ്ഞത് കഴിഞ്ഞ തല്ലുമാലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മോസിൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ ഏരിയ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇതൊരു ഗ്ലാഡിയേറ്റർ ഫൈറ്റ് അല്ലല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ട് എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം നടക്കണ കാര്യമല്ല. പിന്നെയാണ് അപ്പോ ശ്രീനി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ശ്രീനി ഒരു ആർട്ടിസ്റ്റ് ആണ്. ശ്രീനി സ്ക്രീൻ പ്ലേയിൽ ജോയിൻ ചെയ്തു. രണ്ടുപേരും കൂടിയാണ്. പിന്നെയാണ് മിസ്റ്റർ രതീഷ് രവിയുടെ ലാസ്റ്റ് ഡയലോഗ്സ് രതീഷാണ്. രതീഷ് ലവിന് ശേഷം രതീഷുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം അല്ലേ? അതെ. ഏതിനു ശേഷം? ലവില് ഞാനും നൗഫലും കൂടെയാണല്ലോ. ശരിയാണ്. രതീഷ് ഇതിനു മുമ്പ് ഇഷ്കിന്റെ റൈറ്റർ ആണല്ലോ. അതെ. രതീഷ് വന്നോടി പിന്നെ ഒന്നും നോക്കാനില്ല, അദ്ദേഹം പിന്നെ വെച്ച് ചാമ്പിട്ടുണ്ട്. ഞങ്ങളിപ്പോ ക്രിഞ്ച് രവി എന്നാണ്. ഈ യൂത്ത് എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഞാൻ പറയുന്നത് യൂത്ത് ഭയങ്കര ഒരു പ്രഹേളികയായിട്ടാണല്ലോ ആളുകൾ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ഓവർ ബ്ലെയിം അല്ലെങ്കിൽ എല്ലാത്തിലും ബ്ലെയിം ചെയ്യപ്പെടുന്ന ഒരു സാധനം, ലഹരി അല്ലെങ്കിൽ ആക്ഷൻ വയലൻസ് എന്ന് പറയുമ്പോൾ യൂത്തിനെ വേറെ തന്നെ ഒരു കാറ്റഗറൈസ് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ. കുറച്ചുകൂടി ഒരു ഡബിൾ കൈൻഡ് ഓഫ് ഇതിലാണ് യൂത്തിനെ കാണുന്നത്. എനിക്ക് ഭയങ്കര പ്രതിനായകത്വം യൂത്തിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ. യൂത്തിൻ്റെ സിനിമകൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്യുക എന്നുള്ളൊരു യൂത്ത് സെൻസേഷൻ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ യൂത്തിനെ സൊസൈറ്റി ഒരു ആവശ്യത്തിൽ കൂടുതൽ ബ്ലെയിം ചെയ്യുന്നുണ്ടോ? ഞാനൊരു ഔട്ട് ഓഫ് ടോപ്പിക് ആയിട്ട് ചോദിക്കുകയാണ്. സൊസൈറ്റി ഏറെന്തോ ആണെന്ന് പണ്ടാരൊക്കെയോ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റിക്ക് പറയാനുള്ള സൊസൈറ്റി പറയും. സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചും മറ്റു അഭിപ്രായങ്ങൾ ഇതൊക്കെ പറയുക, പ്രവർത്തിക്കുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ചെറുപ്പക്കാർക്കാണെങ്കിലും ചെറുപ്പക്കാരികൾക്കാണെങ്കിലും അത്രയും മോശപ്പെട്ടവരൊന്നുമല്ലല്ലോ നമ്മുടെ പിള്ളേര് അല്ലെങ്കിൽ നമ്മുടെ സിനിമ. അങ്ങനെ ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ സിനിമ സമ്പൂർണ്ണമായിട്ട് എല്ലാത്തിനും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സിനിമ സ്വാധീനമുണ്ട്, ദുസ്വാധീനമുണ്ട്, രണ്ട് തരത്തിൽ. പക്ഷേ സിനിമ എല്ലാത്തരം കുറ്റകൃത്യങ്ങൾക്ക് എല്ലാ തരത്തിലും ഒരു ദൃശ്യം കണ്ടുകൊണ്ട് കുറേ ആളുകൾ തുടർച്ചയായിട്ട് കൊൽക്കത്തയായിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ കിരീടം കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കോ കൊണ്ട് ചെയ്യുന്നു എന്നുള്ള സമ്പൂർണ്ണ ഉത്തരവാദിത്തം സിനിമയ്ക്ക് എന്നുള്ളത് ലോജിക്കലല്ലാത്ത സംഗതിയാണ്. പക്ഷേ അങ്ങനെ സിനിമ ഏത് ഘട്ടം വരുമ്പോഴും ബ്ലെയിം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പം സിനിമയിലേക്കൊരു ഉത്തരവാദിത്തം വരുന്നത് ഇപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ, അത് മീഡിയ ഡ്രിവൺ ആണെങ്കിലും സോഷ്യൽ മീഡിയ ഡ്രിവൺ ആണെങ്കിലും സിനിമയുടെ തലയിൽ കൊണ്ടുവെക്കുക. ചേട്ടാ സിനിമ ഇപ്പൊ കൊണ്ടുവെക്കാൻ സിനിമ അല്ലാണ്ട് വേറെ ഒരു ഫോർമാറ്റ്, ഒരു ആർട്ട് പറയും. നമുക്ക് കഥകളിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഓട്ടംതുള്ളലിനെ പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ വേറെ ഏത് ആർട്ട് ഫോമിനോട് നമുക്ക് അത് കാരണമാണെന്ന് പറയാൻ പറ്റില്ല. ഈ നാട്ടിൽ 4 ആള് കാണുന്ന അത് സിനിമയാ, അതിന്റെ രഞ്ജത്തേക്കല്ലേ വരാൻ പറ്റുള്ളൂ. സോ അതല്ലാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് വരട്ടെ, നമ്മൾ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആളുകൾ ഇടയ്ക്ക് നമ്മളെ കൂവി വിളിക്കും, ചീത്ത വിളിക്കും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർ എന്റർടൈൻ ആകുമ്പോൾ അവർ വീണ്ടും എന്റർടൈൻ നല്ലത് തന്നെ പറയും. 2018 ഇറങ്ങിയപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ആളുകളിൽ നന്മ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ സിനിമയിൽ ഫേവർ ചെയ്ത് പറഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ. സിനിമയ്ക്ക് സ്വാധീനം ഉറപ്പായിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ സിനിമ ഇത്രയും പോപ്പുലർ ആവും. ഇപ്പോൾ റഹ്മാൻ്റെ കാര്യത്തിൽ ഞാൻ റഹ്മാനെ തുടക്കം വരും. ഇപ്പം അനുരാഗ് കരിക്കമെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു കളക്റ്റീവിൻ്റെ പാർട്ടാണ്. ചിലപ്പോൾ അതൊരു ഇപ്പം നിങ്ങൾ സിബ്ലിങ്സ് കൊളാബറേഷനാണ്,
ജിംഷിയും റഹ്മാനും. അതുകൂടാതെ ഇപ്പം മോഹസിനാണെങ്കിലും നിങ്ങൾ ടീമിലെ ഒരാളും നിങ്ങളുടെ ഒരു ബോണ്ടിങ് ആണ്. ഇപ്പോൾ പല ആളുകളും നിങ്ങളുടെ ഒരു ഫ്ലാറ്റിൽ തന്നെ റഹ്മാൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടിറങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹവാസത്തിലുള്ള സൗഹൃദങ്ങളുടെ ഒരു തുടർച്ചയിലാണ് സിനിമ സംഭവിക്കുന്നത്. അതിൽ ആക്ടേഴ്സ് ഇപ്പം ലുക്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ മറ്റേ ഇൻഹൗസ് ആക്ടർ പോലെയാണ്. റൂംമേറ്റ്സ്, അതായത് റൂംമേറ്റ് കം മറ്റേ റൂംമേറ്റ് ടേൺഡ് ആക്ടേഴ്സിനെ പോലെയാണല്ലോ എല്ലാവരും വരുന്നത്. ഈ പറയുന്ന ഞാൻ പറഞ്ഞൊരു സഹവാസം, സഹജീവിതം, അങ്ങനെ ഒരു കോ എക്സിസ്റ്റൻസ് മോഡലിലേക്ക് പോകുന്ന ഒരു സിനിമ സംഗതിയാണല്ലോ തുടക്കം മുതൽ. ഇപ്പം റഹ്മാൻ തന്നെ അത് പറഞ്ഞുകൊണ്ട് പറയണം, ഒരു സപ്പോർട്ടിങ് സിസ്റ്റം പോലെ തിരിച്ചും മറച്ചും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ട് നിങ്ങളുടെ എല്ലാ സിനിമയിലും ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ അതാ ചേട്ടാ, നമുക്ക് ഒരാൾക്ക് ഒരു അത്രയും ഷാർപ്പായിട്ടും അത്രയും വിജിലൻ്റ് ആയിട്ടും ക്രിയേറ്റീവായിട്ടും ഒരാൾക്ക് കണ്ടിന്യൂസ്ലി ഇത്രയും ദിവസം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരെയും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ വിളിക്കാറില്ല. അവർക്ക് അത്രയും ടെക്നിക്കലി ഷാർപ്പായിട്ടുള്ള പ്രൊഫഷണൽസ് ആയതുകൊണ്ട് കൂടിയാണ് ഞാൻ അവരെ വിളിക്കുന്നത്. അവർ ബെസ്റ്റാണ് അവരുടെ വർക്കിൽ. അത് അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അവരെന്നെ ഷോൾഡറിങ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ. ജിംഷിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തല്ലുമാല ഒരു അസാധാരണത്തുള്ളൊരു മേക്കിങ്ങിൽ പറയാവുന്ന സാധനമാണ്. അതിൻ്റെ ഒരു വിഷ്വൽ ഡിസൈനിൽ നമ്മളിപ്പം ഇതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോലും ടാസ്ക് ഉള്ള ഒരു കൊറിയോഗ്രാഫി ചെയ്ത സിനിമയാണ് ജിംഷിയുടെ. ഇപ്പം ഇതിലാണെങ്കിലും റഹ്മാൻ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നു, ജിംഷിയും ഷിഫ്റ്റ് ചെയ്യണമല്ലോ, അങ്ങനെ സാധനമുള്ള. അത് നിങ്ങളൊരു സിബ്ലിങ്സ് കൊളാബറേഷൻ കൂടിയാണല്ലോ അവിടെയുള്ളത്. നിങ്ങളൊരു സഹോദരത്വം ഉണ്ട്, സൗഹൃദം ഉണ്ട്, എന്നാൽ അവിടെ ഒരു തല്ലുമാലയുണ്ട്. അവിടെ ഒരു തല്ലുമാലയുണ്ട്, അതില്ലെങ്കിൽ നടക്കില്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ജിംഷി ഒരേ ക്യാമറാമാൻ്റെ കൂടെ നമ്മൾ അല്ലെങ്കിൽ ഒരേ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാമറാമാനും ഒക്കെ ആയിട്ടാണല്ലോ, വിഷ്വൽ മീഡിയ ആണല്ലോ ഇത്. അപ്പോൾ ക്യാമറാമാൻ്റെ കൂടെ ഞാൻ ഒരേ സമയം വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആസ് എ ക്യാമറാമാൻ അയാൾക്കൊരു ഗുഡ് ഈഗോ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഡൂയിങ് വിത്ത് ഈ ഒരു ഡയറക്ടറിന്റെ കൂടെയാണ്, വീണ്ടും ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പുതിയത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ തെണ്ടീനെ ഞെട്ടിച്ചില്ലെങ്കിൽ ഞാൻ ചെറുതായി പോകും എന്ന് പറയുന്ന ഒരു ഗുഡ് ഈഗോ ആണ്. ഉറപ്പായിട്ടും എന്നാ പിന്നെ തന്നെ ഞാൻ കാണിച്ചു തരാടോ എന്ന് പറയുന്ന ഒരു ഈഗോ ഞാനും കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിനിമ ഉണ്ടാവാൻ വേണ്ടിട്ടോ, അല്ലെങ്കിൽ അല്ലാതെ വേറൊരു ഈഗോ ഫൈറ്റിന് വേണ്ടിട്ടോ ആരാ വലുതെന്ന് അറിയാനൊന്നല്ല. ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് അത് നല്ലതേ വരുള്ളൂ എൻഡ് ഓഫ് ദ ഡേ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പം നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ കൂട്ടുകാർക്കിടയിൽ നമ്മൾ നമ്മൾ കൂടെ മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഒരു ദിവസം തല്ലുമാല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാത്രാപ്പ് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിട്ട് കേട്ടാ. അപ്പോൾ കൊറിയോഗ്രാഫർ വന്നിട്ടുണ്ട്. അപ്പോൾ കൊറിയോഗ്രാഫർ എല്ലാം അദ്ദേഹത്തിൻ്റെ ടീം എല്ലാവരും ഡിസൈൻ കൊറിയോഗ്രാഫി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഉണ്ട്, റിഹേഴ്സലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ മഷർ ഹംസ കോസ്റ്റ്യൂം ഡിസൈനർ ആണല്ലോ. മഷർ നേരെ ലൊക്കേഷനിലേക്ക് വരുന്നു. മഷർ അപ്പോൾ അവനെ ഒരു കോസ്റ്റ്യൂമായി ബന്ധപ്പെട്ടൊരു കൺഫ്യൂഷനിലാണ് വരുന്നത്. ഞാനും മഷറും കൂടെ ഫുൾ അടി സെറ്റിൽ ഒച്ചപ്പാട് ബഹളം. അപ്പോൾ ആക്ഷൻ കൊറിയോഗ്രാഫർ ആകെ പേടിച്ച് ഓക്കെ ഡയറക്ടർ ഇത്രയും വയലന്റ് ആണ്, കോസ്റ്റ്യൂം ഡിസൈനർ അതിലും വയലന്റ് ആണ് എന്ന് പറയുന്ന സീനിൽ ഇവിടെ ഷൂട്ടിംഗ് നടക്കില്ല എന്നൊക്കെയുള്ള സീനിൽ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് 2 മിനിറ്റ് ബ്രേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എന്നിട്ട് വർക്ക് അവിടെ നടക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇദ്ദേഹം വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു മൂലയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മഷറും വേറൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് കട്ടൻ ചായ കുടിച്ച് ഒരു പഴംപൊരി ഷെയർ ചെയ്ത് തിന്നോണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂപ്പര് എന്നോട് വന്നിട്ട് ചോദിച്ചു അതെന്താ അങ്ങനെ? എന്താ അല്ല വേറെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ തമ്മിൽ അവിടെ നിങ്ങളല്ല അയാളെ ഗെറ്റ് ഔട്ട് അടിച്ചത്, അയാളല്ലേ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. അതൊക്കെ സംഭവിക്കും. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. അത് സുഹൃത്തുക്കളാവുന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സുഹൃത്തുക്കളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കംഫർട്ട് അവരും തരും, നമ്മൾ എടുക്കുകയും ചെയ്യും. വിഷ്ണുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ഒരാൾ എടുത്തു പറഞ്ഞാൽ വിഷ്ണു ആണെങ്കിലും മൂസിനാണെങ്കിലും ഞാൻ പറയുന്നത് അവരുടെ ബെസ്റ്റ് ഡെലിവർ ചെയ്യുന്നു എന്നുള്ള സാധനം. ഇപ്പം തല്ലുമാല നോക്കിക്കഴിഞ്ഞാൽ അതൊരു യുണീക്ക് പീസാണ്. മൂസിൻ്റെതാണെങ്കിലും അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് അവരുടെ മേളിൽ തന്നെയുള്ളൊരു വലിയ ടാസ്ക്, അതിനെ വെല്ലുന്ന സംഗതികൾ നിങ്ങൾ വീണ്ടും കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ചെയ്യും. അപ്പോൾ നാളെ മൂസിനും റഹ്മാനും ഒരു പടം ചെയ്യുന്ന സമയത്ത് നമ്മൾ തല്ലുമാല ഒരു ബെഞ്ച് മാർക്കായിട്ടാണല്ലോ കാണുക. വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ആലപ്പുഴ ജിംഖാന വരുമ്പോൾ തല്ലുമാലയെ വെല്ലുന്ന പാട്ട് അങ്ങനെ ഒരു സംഗതി വരുമല്ലോ. അവരുടെ ഒരു ബെസ്റ്റ് വരുന്നു എന്നുള്ളതിൽ എങ്ങനെയാണ് അത് ഈ പറയുന്ന ഗുഡ് ഈഗോ ഒരു ഫാക്ടറാണ്. എന്നാൽ പോലെ എന്താ നിങ്ങളുടെ വർത്താനം അതെന്താണ്? പ്രത്യേകിച്ച് ഒരു വർത്താനം ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക
ഇന്റർനാഷണൽ ക്ലാസിക് സംഗീതത്തെക്കുറിച്ചും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും കർണാട്ടിക് മ്യൂസിക്കിന്റെയും ആന്തോളനങ്ങളെ കുറിച്ചൊന്നും തേങ്ങയും ഡിസ്കസ് ചെയ്യാറില്ല. കംപ്ലീറ്റ് ട്രോളുകളും നമ്മൾ കുറെ വീഡിയോ കണ്ടിട്ടുള്ള മേക്കിംഗ് മറ്റേ ട്രോളുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബട്ട് എന്താ പറയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമ കണ്ടിട്ട് വിഷ്ണുവിന്റെ ഒരു എനിക്ക് കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ വിഷ്ണു ഒരു തിയേറ്ററിന്റെ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു രസമുണ്ട്. ഒരു സീനിനെ ഡെവലപ്പ് ചെയ്ത് മ്യൂസിക്കലി ഡ്രൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവനുണ്ട്. സോ ഹൈസ് ആൻഡ് ഡൗൺസ് അവന് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. എത്ര എക്സ്പ്ലോർ ചെയ്യണം, എത്ര സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഏത് രീതിയിലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് പോകാൻ സാധ്യതയുള്ള ഭയങ്കര നല്ല എന്താ പറയാ കൊമേഴ്ഷ്യൽ ആയിട്ടാണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടാണെങ്കിലും മ്യൂസിക്കൽ ടേസ്റ്റുകളൊക്കെ ഉള്ള മ്യൂസിഷ്യനാണ്. അവന്റെ പണി അവനെടുക്കും. നമ്മള് കുറച്ച് പ്രഷർ മാത്രം കൊടുത്താൽ പ്രഷർ അത് ഏറ്റവും ശാന്തമായിട്ട് പറയുന്ന ഒരു വാക്കല്ലേ. പ്രഷർ കൊടുത്താ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്താ നമ്മളെല്ലാരും പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിച്ച് എക്സാമിന് പരീക്ഷ എഴുതുന്ന സ്വഭാവമുള്ള ആളുകളാണല്ലോ. അതുകൊണ്ടാ ഈ ഞാൻ ഈ ഉണ്ട തന്നെ വീണ്ടും തിരിച്ച് ചോദിക്കാം. അങ്ങനത്തെ ഉണ്ടയുടെ കാര്യത്തിൽ പിന്നീട് ഇൻസ്റ്റാഗ്രാം ഡിസ്കഷൻ സമയത്ത് ഉണ്ട അതിനേക്കാൾ ബെറ്റർ വേർഷൻ ആയിരുന്നു ആലോചിച്ചത്. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞോടെ ഒരു പൂർണ്ണമായും തൃപ്തനായിരുന്നുള്ളൊരു വേർഷനാണെന്ന് പറഞ്ഞല്ലോ. ഓരോ സിനിമയുടെയും കാര്യത്തിൽ അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇംപെർഫെക്ഷൻ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ അത് പിന്നീട് ഒരു റിപ്പീറ്റ് വാച്ച് റഹ്മാൻ തന്നെ ആലോചിക്കുമ്പോൾ ഇതാക്കുന്നതാണോ? ഞാൻ പറഞ്ഞ ഉണ്ട മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം തല്ലുമാല പടം കാണാറില്ല. ഞാൻ തല്ലുമാല അന്ന് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. റീ റിലീസ് വരെ ആയിരുന്നു. റീറിലീസിന് കണ്ടിരുന്നു കുറച്ച്, അല്ലാതെ മുഴുവനും കണ്ടില്ല. നമുക്ക് നമ്മളോട് തന്നെ ഒരു അയ്യെന്ന് തോന്നും. 100% നമുക്ക് എപ്പോഴും ഇത് കുറച്ചും കൂടെ അങ്ങനെയല്ലേ തോന്നുള്ളൂ. അപ്പൊ ഉണ്ടയുടെ കേസ് അത് അന്നത്തെ പല സാഹചര്യങ്ങൾ, പ്രായത്തിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മള് അങ്ങനെ റിയാക്ട് ചെയ്തു വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഉറപ്പായിട്ടും ഇറ്റ് ക്യാൻ ബി ബെറ്റർ, അതിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഉണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരുപാട് കാര്യങ്ങളുടെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഒരു 100% ഇൻപുട്ട് അതിലേക്ക് പുഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു ചെറിയതുണ്ട്. ഓക്കെ ചലേക. ഈ ജോണർ മാറി മാറി ചെയ്യാണല്ലോ. എൻ്റെ ആക്കരിക്ക് വെള്ളം പോലെയല്ല ലവ്, അതുപോലെയല്ല ഉണ്ട പോലെയല്ല തല്ലുമാല, അതുപോലെയല്ല ആലപ്പുഴ ജിംഖാന. റഹ്മാൻ്റെ അങ്ങനെ ഒരു ഫേവറേറ്റ് സോൺ ഉണ്ടോ? ഇന്നതുപോലെ ചെയ്യണം, അങ്ങനെ ഒരു റഹ്മാൻ കാണുന്ന സിനിമ ഇതുപോലത്തെ ഒരു പരിപാടിയാണ് ചെയ്യണം അങ്ങനെ ആലോചിക്കുമല്ലോ. നല്ല പടങ്ങൾ കാണുമ്പോൾ എല്ലാം തോന്നും. അല്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞത് ഈ ഒരു സെഗ്മെന്റ് ഇപ്പം ഒരു പിന്നെ മാസപടം, അടിപ്പടം പരിപാടി, അങ്ങനെ പല തരം സാധനം ഉണ്ടല്ലോ. റഹ്മാൻ്റെ അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം വെറുതെ കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ സ്പെസിഫിക് എടുത്തു കഴിഞ്ഞാൽ ഈ സംവിധായകൻ്റെയാണ് ഈ സിനിമ എന്ന് പറയാവുന്ന രീതിയിൽ അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാക്കാനല്ലല്ലോ നോക്കുന്നത്. ഓരോന്നൊരു യുണീക്ക് പീസ് ആക്കാണ് ചെയ്യുന്നത്. എനിക്ക് എല്ലാ തരം സിനിമകളും എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഡ്രീമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് 10,000 കോടി തിയേറ്റർ കളക്ട് ചെയ്യുന്ന ഒരു സിനിമ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര എല്ലാ ടൈപ്പ് ഓഫ് 10,000 കോടി എന്ന് പറയുമ്പോൾ ആളുകളും അത്രയും ഇഷ്ടപ്പെടുന്ന സിനിമ ലോജിക് കൂടി അതാണ് അതിൻ്റെ. അതല്ലാതെ കോടി ക്ലബ് അല്ല, അത്രയും ജനങ്ങൾക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള സിനിമകളൊക്കെയാണല്ലോ ടൈറ്റാനിക്, ജുറാസിക് പാർക്ക്. അതൊക്കെ അന്ന് ആ സമയത്ത് കൊച്ചിയിലിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് തിയേറ്ററിൽ പടങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഞാൻ ചെയ്യുന്ന ഒരു സിനിമ ലോകത്തുള്ള എല്ലാവരും കാണുന്ന രീതിയിലുള്ള വലിയൊരു സിനിമാക്കാരനാവണം എന്നുള്ള ആഗ്രഹമൊക്കെ, അങ്ങനത്തെ ഒരു സിനിമ ഒരെണ്ണമെങ്കിലും ചെയ്യണം എന്നുള്ള സിനിമ, അതാണ് ഡ്രീം. യുനോ. സോ അപ്പൊ അതൊരു ഡ്രീം വലുതാക്കി ആണല്ലോ എല്ലാരും പറയുന്നത്. ബിഗ് ഡ്രീം അല്ലേ. അപ്പൊ അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ചെറിയ കുഞ്ഞു പടങ്ങൾ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് അതിലും ആഗ്രഹമുണ്ട്. അങ്ങനെ പെർട്ടിക്കുലർ ജോണർ ഇല്ല കേട്ടാ. ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന എന്തും പിടിക്കാം എന്നുള്ളതാണ്. ഒന്നിനോട് അങ്ങനെ നോ പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇത് പറ്റില്ല എന്ന് ഇത് പറ്റില്ല എന്നുള്ളത് പിടിക്കാതെ, പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് പഠിച്ചിട്ട് ചെയ്യാം. അതും കൂടെ സിനിമ നമുക്ക് തരുന്നൊരു ഫ്രീഡം ആണല്ലോ വർക്ക് ചെയ്യാൻ. ഈ സംവിധായകൻ എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്കറിയാം റഹ്മാൻ വേറൊരു കോർപ്പറേറ്റ് സ്വഭാവമുള്ളൊരു ജോലിയൊക്കെ സ്വിച്ച് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. സിനിമയുടെ ഇനീഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും ഉറപ്പായും നമ്മളൊരു ഫിലിം ചെയ്തു തുടങ്ങുന്നവരെ. ഇപ്പം റൈറ്റർ, ഡയറക്ടർ, പ്രൊഡക്ഷൻ, ഈ പ്ലാൻ ബി അടക്കം ഈ 3 ഇതിലാണ്
പിന്നെ ഇത് ആലപ്പുഴ ജിംഖാന ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് പേഴ്സണലി നമ്മുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യൽ. എല്ലാവരും പറയുന്നു ഇപ്പോൾ AI വരുന്നുണ്ട്, പുതിയ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നാളെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നമ്മുടെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളോ നമ്മൾ കണ്ട സിനിമയോ മാത്രം പോരല്ലോ, ഒരുപാട് നമ്മൾ എക്വയർ ചെയ്യണമല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമ്മളേക്ക് പുതുതായി കണ്ടെത്തിയിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു എന്താ പറയുക, ഓരോ ദിവസവും നമ്മൾ പുതുതായി കണ്ടെത്തുക, പഠിക്കുക, ലേൺ ചെയ്യുക എന്ന് പറയുന്ന സംഗതി ഒരു ഫിലിം മേക്കർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് മാറിയിട്ടില്ലേ? അത് കഴിഞ്ഞാൽ ജനറേഷൻ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക. ഇപ്പം മുമ്പത്തെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പോലെ ലിറ്ററേച്ചറിൽ നമുക്കൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ അതിൽ നമുക്ക് ആ ഒരു രീതി ലിറ്ററേച്ചറിന് എന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. പക്ഷേ പണ്ടത്തെ നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ എഴുതിയിരുന്ന സംവിധായകർക്ക് അങ്ങൊന്നും അത്രയ്ക്ക് ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്ട്രാ വേക്കൻസി ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ലിറ്ററേച്ചർ വേണം, ടെക്നിക്കൽ സൈഡ് വേണം, കുറച്ച് ഫാന്റസി ഒക്കെ വേണം, എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ വേണം. മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിരിക്കണം, ലുക്ക് ആൻഡ് ഫീല് ആളുകളെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ എല്ലാത്തിലും ഒരു ഫിലിം ഡയറക്ടർ കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ്. എനിക്ക് അപ്ഡേറ്റ് ആയാൽ നല്ലതാണ്. അതല്ലാത്ത സിനിമകളും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഞാൻ മറ്റേ ഇതിൽ ഡ്രൈവർ ചേട്ടൻ്റെ ഇത് വെച്ച് ചോദിക്കുന്നതല്ല, എന്നാൽ പോലും മറ്റേ മഞ്ജുമൽ ബോയ്സിൽ ഇത് വെച്ച് ചോദിക്കുന്നത്, എന്നാൽ ഈ അഭിനയത്തിലേക്ക് തിരിഞ്ഞ എന്നാൽ ഭയങ്കര ആക്റ്റീവായ ഡയറക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ടാസ്ക് ഭയങ്കര ഇതാണ്. നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യാവുന്ന അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യണം. അതിലേറ്റവും ലാക്ക് ചെയ്യുന്നത് നല്ലൊരു സ്ക്രിപ്റ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. നല്ലൊരു സ്ക്രിപ്റ്റ് കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ തുടർച്ചയായി സക്സസ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്നൊക്കെ പറയുമ്പം ഒരു 10 പേരായിട്ട് എടുത്തു പറയുന്ന ആളുകളോട് പലപ്പോഴും ചോദിക്കുമ്പോൾ സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല, എന്നെ പേഴ്സണലി സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പം റഹ്മാൻ വലിയ ഗ്യാപ്പുകൾക്ക് ഇത് കൊടുക്കാത്ത ഒരാളാണ്. എന്തായാലും പോലും ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ സമയത്ത് എത്തുന്നില്ലെങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ റഹ്മാൻ്റെ സിനിമകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ വലിയ ഗ്യാപ്പിലേക്ക് പോകാറില്ല. എന്നാൽ പോലും ഈ പുതിയൊരു ഐഡിയ കണ്ടെത്തുക, പുതിയൊരു സ്ക്രിപ്റ്റിലെത്തുക, ആ സിനിമ സാധ്യമാക്കുക എന്നുള്ളത് നേരത്തേക്കാൾ പാടായിട്ടുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞതൊരു അനുരാഗ് കരിക്കൻ വെള്ളം ചെയ്യാനെടുത്ത തീരുമാനം പോലെ, ഉണ്ട ചെയ്യാനെടുത്ത തീരുമാനം പോലെ, ലവ് എടുത്ത തീരുമാനം പോലെ ഇപ്പം കുറച്ചുകൂടി ഈസിയായി മാറുവാണോ അടുത്തൊരു സിനിമ എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി ദൂരം കൂടുന്നുണ്ടോ? ദൂരം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേസിക്കലി സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ആവശ്യമാണല്ലോ. അതെ, അതല്ലാതെ ഓഡിയൻസിന് ഇത്ര വലിയ ആവശ്യമൊന്നുമില്ല. നാട്ടിൽ വേറെ എത്രയോ സിനിമാക്കാരുണ്ട്, അവർ സിനിമ ഉണ്ടാക്കും, അവരത് കാണും. ഇത് നല്ല സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയലും ഇപ്പം കിട്ടുന്നില്ലേ, ഞാൻ തന്നെ ഉണ്ടാക്കും. കാരണം ഞാൻ കണ്ടുപിടിച്ചേ പറ്റൂ, അത് എൻ്റെ ആവശ്യമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഉണ്ടാക്കാനെടുക്കുന്ന സമയം ഉറപ്പായിട്ടും നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ സിനിമയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ബിഗ് സ്കെയിൽ സിനിമയാണോ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, ഈ സമയം കൂടുതൽ വരും. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ 5 പടം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സമയം കുറഞ്ഞ അളവിൽ ചെയ്തിട്ടുള്ള സിനിമ ലവ് എന്ന് പറയുന്ന സിനിമ. അത് എനിക്ക് 6 മാസം 7 മാസമാണ് അതിൻ്റെ തോട്ട് ടു ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. ഈ സിനിമ അതിനുശേഷം ആലപ്പുഴ ജിംഖാന ഞാൻ വർക്ക് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട് ടു ഫിലിം വന്നിരിക്കുന്നത് 1 year ആൻഡ് അറൌണ്ട് 6 to 4 months 5 months ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ, സുഹൃത്തുക്കൾ, പ്രൊഡക്ഷൻ ഹൗസ് എല്ലാം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പകരം ഞാൻ ഇതേപോലെ അതാണ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊജക്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ മഞ്ഞുമല്ലിൽ നന്നായിട്ട് അഭിനയിച്ചല്ലോ, പിന്നെ ഒരു ആരും വിളിച്ചില്ല ചേട്ടാ. ഇത് ഞാൻ ഇതൊരു നമ്മൾ കാസ്റ്റിംഗിലേക്ക് പോകാവുന്നൊരു റീലാക്കി എടുക്കുന്നുണ്ട്. ആരും വിളിച്ചില്ല ചേട്ടാ എന്നുള്ളൊരു തമ്മിലിട്ടിട്ട് വേണം കൊടുക്കാന്നുള്ളതായിരിക്കും. അല്ല ഇതിൽ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിൽ അഭിനയിക്കുന്ന കാര്യം ആലോചിച്ചിരുന്നോ എന്നുള്ളതാണ്. ഇതിൽ അഭിനയിച്ചില്ല ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ജിംഖാന അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ഇല്ല, ജിംഖാനയിൽ അഭിനയിച്ചിട്ടില്ല. എനിക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാലേ സ്വന്തം സിനിമ ആരും പക്ഷെ അത് എൻജോയ് ചെയ്ത പ്രോസസ് ആയിരുന്നോ? എന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിന് മുമ്പല്ല നമ്മൾ സംസാരിച്ചിരുന്നത്, ഷൂട്ടിന് ശേഷം നമ്മൾ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് അഭിനയം എന്നുള്ളത് കാരണം വെച്ചാൽ അതൊരു ത്രൂ ഔട്ട് ജേർണിയിലുണ്ടല്ലോ, മഞ്ഞുമൽ ബോയ്സിലുള്ള അഡീഷണൽ ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമയിലൊരു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നമ്മൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൗണ്ടിൽ ത്രൂ ഔട്ട് സിനിമയിൽ ഉണ്ടാകാൻ പറ്റുക എന്ന് പറയുന്നത്, അതും ഗുഡ് ടെക്നീഷ്യൻസ് ആണ് നമ്മളെ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതും.
നമ്മൾ കംഫർട്ടബിൾ ആണ്. ഓക്കെ, നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മോശമാക്കിയാൽ അവരപ്പോ നോട്ടിഫൈ ചെയ്യും. അത് വൃത്തികേടാണെങ്കിൽ അവർ ഉറപ്പായിട്ട് പറയും. ബെറ്റർ ആണെങ്കിൽ അവർ നല്ലതൊന്നും പറയില്ലായിരിക്കും. കുഴപ്പമില്ല, ഓക്കെ, നമുക്ക് മാനേജബിൾ ആണ്. പക്ഷെ നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. പക്ഷെ പാടുള്ള പാർട്ട് ഒരു കഷ്ടപ്പാടെന്താ ശരിക്കും അഭിനയിക്കുമ്പോഴും ഇത് സീന് ഇപ്പൊ പുറത്ത് ഷൂട്ടിങ് നടക്കും. നമ്മൾ ക്യാരവാനിലിരിക്കുക അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഷൂട്ടില്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ബോറടിയുള്ള ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി നടക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പണിയില്ല. നമ്മളുടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങനെ ആയതുകൊണ്ട് അത് ശീലില്ല. ശരിയായിക്കോളും. പക്ഷെ ഞാൻ പറയുന്നത് അത് ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു, രസമായിട്ട് അഭിനയിച്ചിരുന്നു. പിന്നെ എനിക്കുന്നത് 2024 ഏറ്റവും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള, ഏറ്റവും കളക്ട് ചെയ്തിട്ടുള്ള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒറ്റ കാര്യം കൊണ്ടാണ് ഞാനും ഗണുവും കൂടെ നസ്ലിനോട് പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ അവൻ പറഞ്ഞ അവനാണ് വലിയ ആളെന്ന്. പ്രേമലു അതിനേക്കാൾ വലിയ സിനിമയായിട്ട് വന്നവരുണ്ട്. അങ്ങനെ ഒരു ബാലൻസ് ചെയ്താ അഭിനയിച്ചേക്കും. ഇനിയും ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അന്തവൈബിലുണ്ടോ? ഇല്ല, തെണ്ടി ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൂട്ടുകാരന്മാര് നമ്മളെ വിളിക്കുമ്പോ നമ്മള് സൂക്ഷിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാവും. ഒന്ന് കിണറ്റിന്ന് രക്ഷിക്കാനും ഒന്ന് കിണറ്റി തള്ളിയിടാനും. കാരണം 2 രീതിയിലാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരാണ് പണി തന്നിട്ട് കൈവട്ടിച്ചിരിക്കാനും വിളിക്കും. രസമാണ്. പക്ഷെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആരെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അതല്ലാതെ ഒരു മോർ ഇൻടു ആക്ട് അത് പറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അൻവർ റഷീദ് അടക്കമുള്ളവരോട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഫിലിമിൽ അസിസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഡയറക്ഷനിലേക്ക് വരുന്നത്. ശരിക്ക് ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു റഹ്മാൻ്റെ കോൺഫിഡൻസ്? ഞാൻ ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഫിലിം മേക്കറുടെ പോലെ വരുന്നത്. പിന്നെ ആ സിനിമ തിയേറ്ററിലെത്തുന്നത് ഭയങ്കര ലോവർ ഹൈപ്പിലാണ്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ അതൊരു അസാധ്യ കോംബോ ആയിരുന്നു. ഞാൻ ഓരോ തരത്തിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ആശാ ശരത്ത് ബിജു മേനോൻ നോക്കിയാലും ബിജു മേനോനും ആസിഫിൻ്റെ ഈ അച്ഛൻ മകൻ കോമ്പിനേഷൻ ഞാൻ നമുക്ക് പെട്ടെന്ന് ഭയങ്കര വിയേർഡായിട്ട് ആലോചിക്കുമെങ്കിലും തിയേറ്ററിൽ എത്തിയ സമയത്ത് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിൻ്റെ ഒരു മൊത്തം ടോട്ടൽ ട്രീറ്റ്മെൻറ്റ് സിനിമ ഇപ്പോഴും റീവാച്ച് ചെയ്യുന്ന സിനിമയാണ്. റഹ്മാൻ്റെ എല്ലാ സിനിമയ്ക്കും അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോഴും അത് ഫ്രഷായി നിൽക്കുന്ന സിനിമകളാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ ഒരു കൈത്തഴക്കുണ്ടാക്കിയല്ലോ, അതെന്തായിരുന്നു അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു ഫ്യുവൽ? ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു പോയി. ഇനി ഇത് ഷൂട്ടിംഗ് സെറ്റ് എനിക്ക് ഓക്കെയാണ്. ലൈക്ക് സെറ്റ് പീസ് സെറ്റിന്റെ ഇക്കോസിസ്റ്റം അല്ലേ, ആ എക്കോസിസ്റ്റം എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. ലൈക്ക് എനിക്കത് അതിൻ്റെ അകത്ത് നിന്ന് തിരിഞ്ഞളിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അന്ന് മുതലേ വർക്ക് ചെയ്യുന്നത് ജിംഷി, ഈ പറയുന്ന പോലെ മേക്കപ്പ് റോണക്സ്, അല്ലെങ്കിൽ നവീൻ ചേട്ടൻ, ഇതേപോലെ എല്ലാവരും തണ്ടാശ്ശേരി, അങ്ങനെ ഒരുപാട് റഫീഖ്, ശില്പ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും സുഹൃത്തുക്കളാ. അതെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ഒരുവിധം പ്രായം കുറഞ്ഞത് എനിക്കാ. അപ്പോ ഇവരൊക്കെ തന്നെ എല്ലാം സെറ്റിൽ എല്ലാം റെഡിയാക്കി തരും. പിന്നെ നിസാം ബഷീർ ഉണ്ട് എന്റെ കൂടെ ആ സമയത്ത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരൊറ്റ ഇതുള്ളൂ, സിനിമ ചെയ്തേ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, മാക്സിമം മുതലെടുക്കുക. അതായിരുന്നു ആ സിനിമയുടെ. അത് ഈ പറയുന്ന പോലെ ആലോചിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം അനുരാഗരിക്കും വെള്ളത്തിന്റെ കഥ കേട്ടിട്ട് ഞാൻ ഉണ്ട ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈയിൽ നിന്നിരുന്ന ആളാണ്. അപ്പോൾ അനുരാഗരിക്കും വെള്ളത്തിന്റെ ഉണ്ടയുടെ പ്ലാനിനിടയിലാണ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നവീൻ ചേട്ടനെ അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ പിന്നീട് അത് ഇത്രയും വലിയൊരു പടം ഫസ്റ്റ് പടമായിട്ട് വേണോ എന്നൊക്കെ ഉള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നെ നവീൻ ചേട്ടനിലുള്ള ഒരു ഐഡിയ അങ്ങനെ പറഞ്ഞത് നമ്മൾ അതിൽ ഇന്ന വന്ന് അൻവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ പിടിക്കും. പിന്നെ ബിജു ചേട്ടൻ ഇന്നായി, ആസി ഇന്നായി. പിന്നെ ഇനിയിപ്പോ അവർ രണ്ടുപേരും ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. അത് ആ ആലോചന എന്താ നമ്മൾ അതിന് മുമ്പ് ആരും ആലോചിച്ചിരുന്നില്ലല്ലോ. പക്ഷെ പിന്നെ അവർ റിപ്പീറ്റഡ്ലി പിന്നെ ആ ഒരു കോമ്പിനേഷൻ വന്നിരുന്നു. എന്നാൽ പോലും അതിൽ എപ്പോഴും ആളുകൾ പറയുന്ന അടി കിട്ടിയതിന് ശേഷമുള്ള ആസിഫിൻ്റെ റിയാക്ഷൻ നോട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ കോമ്പിനേഷൻ അച്ഛൻ മകൻ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള എന്താ?
ഇല്ല, അത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് തോട്ടായിട്ട് ഒക്കെ ഇങ്ങനെ പിടിക്കാം എന്നുള്ള പ്ലാനിൽ ചെയ്തതല്ല. നമ്മൾ ഫസ്റ്റ് സിനിമയുടെ ഒരു ഡയറക്ടറിൻ്റെ ഉണ്ടായിരുന്ന എല്ലാ സിറ്റുവേഷൻസും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പല രീതിയിൽ തലയിറങ്ങി ആലോചിച്ച് പല ഓപ്ഷൻസിലേക്കൊക്കെ വന്നിട്ട് ഒന്നും നടക്കാണ്ടായപ്പോഴും പിന്നെ നമുക്ക് ഇത് വെറുതെ നമ്മളിങ്ങനെ വലിയ ടൂ മച്ച് ആയിട്ട് ഇങ്ങനെ നമ്മളിതിങ്ങനെ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രഷർ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആവുന്ന, കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന, നമ്മുടെ കൂടെ 100% ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാമെന്നൊക്കെ എഴുതുമ്പോൾ ദെൻ ഹൂസ് ദ അനദർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ബിജു മേനോൻ. വൈ നോട്ട് ബിജു മേനോൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിജു. എനിക്ക് ഭയങ്കര കാര്യമാണ് ബിജു മേനോൻ. പക്ഷെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇല്ല, ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം കാണുന്നത്. ഞാൻ ആ സിനിമയുടെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ബിജുവിനെ ആദ്യം കാണുന്നത്. ഞാൻ ആസിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസി കൂട്ടുകാരനാണല്ലോ, ആസിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഫാദറിന്റെ കാര്യത്തിലായിരുന്നു ഞങ്ങൾക്ക് കൺഫ്യൂഷൻസ്, ആസിയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. ഈ പിന്നെ റഹ്മാന്റെ കാര്യത്തിൽ ഇപ്പം ആലപ്പുഴ ജിംഖാനയിലേക്ക് വരുവാണെങ്കിൽ, പിന്നെ ആലപ്പുഴ ജിംഖാന വരെയുള്ള സിനിമ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പോലെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇതാണ് ചെയ്തതിൽ അങ്ങനെ ഒരു ഉള്ളത്? ഭയങ്കര ക്ലീശ ചോദ്യമാണ്, എന്നാൽ പോലും നിങ്ങളിങ്ങനെ വളച്ചു തെറ്റി പല പടങ്ങൾ ചെയ്തു പോയ ഒരാളെ കൊണ്ട് ചോദിക്കുന്നതാണ്. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് എല്ലാ സിനിമകളിലും എൻജോയ്മെന്റ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 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 എന്താ പറയുക, ഒരു ഫ്രീഡം ഉണ്ട്. നമ്മൾ അൺചെയിൻഡ് ആയിട്ട് ചെയ്ത സിനിമയാണ് ലവ്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടു തോട്ട് ടു പ്രൊഡക്ഷൻ ടു റിലീസ് എല്ലാം ഭയങ്കര രസമായിരുന്നു. ലൈക്ക് ഒരു ഫ്ലാറ്റ്, അതിൻ്റെ അകത്ത് ഷൂട്ടിങ്, അതിൻ്റെ അകത്ത് താമസം, പിന്നെ കുറെ കൂടി ഇംപ്രൊവൈസ്ഡ് അല്ലേ നിങ്ങൾ ആലോചിച്ച് പിറ്റേ ദിവസം അല്ലേ ചെയ്യുന്നു? പിറ്റേ ദിവസം ആലോചിക്കുന്നു, ചെയ്യുന്നു. എല്ലാം ലിമിറ്റഡ് ആണ്. 40 പേരുള്ളൂ, ക്യാമറ എല്ലാം ലിമിറ്റഡ് ആണ്. ഈ പറയുന്ന പോലെ ഇത്ര ലക്ഷങ്ങളുടെ ബഡ്ജറ്റാണ് ആ സിനിമയുടെ ടോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ ഓടിപ്പടമല്ല, അതെ, ലക്ഷങ്ങളുടെ സിനിമയാണ്. അപ്പോൾ ക്ലൈമാക്സ് എല്ലാവരും പറയും ആ സിനിമയുടെ ക്ലൈമാക്സിൽ അങ്ങനെ ഒരു ജമ്പുണ്ട്. ആ ജമ്പൊക്കെ ചെയ്യാൻ എടുക്കുന്ന ഫ്രീഡം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഐ നെവർ മൈൻഡ് എന്നുള്ള എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ, നമുക്ക് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫ്രീഡം എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും. അപ്പൊ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വീടിന്റെ ഉള്ളില് കൂട്ടുകാരന്മാരെ കാണാണ്ടും ഫ്രണ്ട്സിനെ കാണാണ്ടൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇതെങ്ങനെയെങ്കിലും കൂട്ടുകാരുടെ കൂടെ ബാക്ക് ടു ജോയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് തോട്ട്. സോ വിൽ മേക്ക് എ ഷോർട്ട് ഫിലിം. അങ്ങനെ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് ഷോർട്ട് ഫിലിമാണ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങൾ ഷോർട്ട് ഫിലിം ഉണ്ടാക്കി ഇങ്ങനെ വന്ന് അപ്പോഴാണ് ആഷിക്ക് പിന്നെ ജോയിൻ ചെയ്തിട്ട് ആഷിക്ക് പറഞ്ഞില്ല നമുക്കത് എന്തായാലും മെനക്കെടുന്നു, നിങ്ങളത് ചെയ്യുന്ന പറയുന്ന രീതിയിൽ ആഷിക്ക് നീളത്തിലേക്ക് കുറച്ച് നീളം കൂട്ടു. എന്നിട്ടും സിനിമ ഡ്യൂറേഷൻ ഒന്നും ഇല്ല. പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ സംസാരിക്കുമ്പോഴും സാറ്റലൈറ്റിനൊക്കെ സംസാരിക്കുമ്പോഴും ഡ്യൂറേഷൻ ഒക്കെ ഇല്ല. പിന്നെ കുറച്ചൊക്കെ ടൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിക്കും. ഈ ഇത് ചോദിക്കാനുള്ളത്, ഇപ്പം ഞാൻ തുടക്കത്തിൽ ചോദിക്കേണ്ടത്, എന്നാൽ പോലും 3 പേരും ഫാമിലിയിലുള്ള 3 പേരും സിനിമയിൽ തന്നെയാണ്. അവരെല്ലാം യുണീക്ക് വേവ്. ഇപ്പം ഷൈജു ഖാലിദ്, ഞാൻ പറഞ്ഞ ഇപ്പം ഈ ഖാലിദ് ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളായിട്ട് ഈ പറയുന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ലെങ്കിൽ പോലും പുറമേക്ക് ഈ പറയുന്ന 3 പേര് 3 സ്പേസിൽ യുണീക്ക് ആയിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾ പരസ്പരം ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകളാണോ? പരസ്പരം ഇൻസ്പയർഡോ? പരസ്പരം അങ്ങനെ ഇൻസ്പയർഡ് എന്ത് അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? ഉറപ്പായിട്ടും അഭിപ്രായങ്ങൾ നമ്മൾ പറയും. അവര് ചെയ്യുന്ന സിനിമകൾക്കും നമ്മൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സമീർ തായറിന്റെയും ഷൈജു ഖാലിദിന്റെയും ഹാപ്പി അവേഴ്സ് എന്ന് പറയുന്ന ഒരു കൂടാരത്തിലാണ് നമ്മളുടെ ഇത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് സമയവും പട്ടിണിയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാവും, കിടക്കാൻ സ്ഥലം ഉണ്ടാവും, എന്നുള്ളതുകൊണ്ട് കാണാൻ സിനിമയുണ്ടാവും. നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ അവിടെ എല്ലാവരും വരും. അപ്പൊ ഈ എല്ലാം ഡിസ്കഷനുണ്ട്. അപ്പൊ മോശം പറച്ചിലുകളും നല്ല അഭിപ്രായങ്ങളുടെ മെൻഷനിങ്ങും എല്ലാം അവിടെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവർ ഇൻവോൾവ്മെന്റ് ഉറപ്പായിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ അങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്ന തരത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് നേരത്തെ പോലെ ഗുഡ് ഈഗോ, ഇത് രണ്ടും കൂടി ഉള്ള അല്ലേ, ശാസിക്കാനും പുച്ഛിക്കാനും തല്ലുവിടാനും ഉള്ള എല്ലാം അല്ലേ, ഇതിന്റെ എല്ലാം ഒരു സംഗതിയാണ്. അതിന്റെ ഒരു ഇതാണ്. ഇപ്പൊ എന്തായാലും ആലപ്പുഴ ജിംഖാന ഗംഭീരാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.